റെക്കോർഡിംഗ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. ശുഭാംഗി, റെക്കോർഡിംഗ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. റെക്കോർഡിംഗ് ആണ്. ക്ലാസ് തുടങ്ങാം. ക്ലാസ് തുടങ്ങാം. ജയു രാധാ മാധവ ജയോ ബിഹാരി ജയു രാധാ മാധവ ജയോ കുഞ്ച ബിഹാരി ജയോ രാധാ മാധവ ജയോ കുഞ്ച ബിഹാരി ജയോ ഗോപീജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയോ ഗോപീജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയോ യശോദനന്ദന ജയോ വ്രജനരഞ്ജന ജയോ യശോദനന്ദന ജയോ വ്രജനരഞ്ജന ജയോ യമുന തിരവനചാരി ജയോ കുഞ്ച ബിഹാരി ജയോ യമുന തിരവനചാരി ജയോ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയോ രാധാ നീലമാധവ രാധാ നീലമാധവ രാധേ ജയോ രാധാ നീലമാധവ രാധാ നീലമാധവ രാധേ ജയ രുക്മണി ദേവി ജയോ ദോരാഗതി രുക്മണി ദേവി ജയോ ദോരാഗതി ജയ രുക്മണി ദേവി ജയോ ദോരാഗതി രുക്മണി ദേവി ജയോ ദോരാഗതി ജയോ ജഗന്നാഥ ജയോ ജഗന്നാഥ ബാലദേവാ ജയോ സുഭദ്രമായി ജയോ ജഗന്നാഥ ജയോ ജഗന്നാഥ ബാലദേവാ ജയോ സുഭദ്രമായി ജയോ കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ബലറാം ജയോ ഗോരാനിധ ജയോ ഗോരാനിധ ഗോരാനിധ ജയോ ഗോരാനിധ
ജയോ ഗൗരാനിത ജയോ ഗൗരാനിത ഗൗരാനിത ജയോ ഗൗരാനിത ജയ ജയ പ്രഭുപാ 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 ജയ ജയ പ്രഭുപാ ജയ ജയ പ്രഭുപാ 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 ജയ ജയ പ്രഭുപാ ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. हरिनाम संकीर्तन महायज्ञ की, श्रीमद् भागवतम भगवद्गीता पठन यज्ञ की, श्रीला प्रभुपाद की, श्रीला गुरुदेव की, गौर प्रमानंदे हरि हरि बोल. ओ नमो भगवते वासुदेवाय. ओ नमो भगवते वासुदेवाय. ओ नमो भगवते वासुदेवाय. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം 12-ാം ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1-ാം അധ്യായത്തിന്റെ പേര് കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ്. അതിൽ 12-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ വായിക്കാം, ഭക്തന്മാരേറ്റ് പറയുക. തസ്യ സംജനയൻ ഹർഷ തസ്യ സംജനയൻ ഹർഷ തസ്യ സംജനയൻ ഹർഷ കുരു വൃദ്ധ പിതാമഹ കുരു വൃദ്ധ പിതാമഹ സിംഹനാദ്യം വിനദ്യേ സിംഹനാദം വിനദ്വേ ശംഖം ദദ്മോ പ്രതാപവാ ശംഖം ദദ്മോ പ്രതാപവാ തസ്യ സംജനയൻ ഹർഷ തസ്യ സംജനയൻ ഹർഷ കുരു വൃദ്ധ പിതാമഹ കുരു വൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്വേ സിംഹനാദം വിനദ്വേ ശംഖം ദദ്മോ പ്രതാപവാ ശംഖം ദദ്മോ പ്രതാപവാ തസ്യ സംജനയൻ ഹർഷ കുരു വൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്വേ ശംഖം ദദ്മോ പ്രതാപവാ. ഒരാൾ ദയവായി വായിച്ചാൽ. തസ്യ സംജനയൻ ഹർഷ കുരു വൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്വേ
ശംഖോ ദഫ്നോ പ്രതാപവാൻ. വെരി ഗുഡ്. പ്രതാപവാൻ. എല്ലാവരും ഏറ്റു പറയും. പ്രതാപവാൻ, പ്രതാപശാലിയും, കുരുവൃദ്ധ, കുരുക്കളിൽ മൂത്തവനുമായ, പിതാമഹ, മുത്തച്ഛൻ, തസ്യ, അദ്ദേഹത്തിന്, അതായത് ദുര്യോധനന്, ഹർഷം, സന്തോഷം, സംജനയൻ, ജനിപ്പിച്ചുകൊണ്ട്, ഉച്ചേഹി, ഉറക്കെ, സിംഹനാദം വിനദ്യ, സിംഹത്തിന്റെ പോലുള്ള തന്റെ ശബ്ദം ധ്വനിപ്പിച്ച്, ശംഖം, ശംഖ്, ദദ്മോ, ഊതി. കേട്ട് പറയുക വിവർത്തനം. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖമെടുത്ത് ഊതി. അതാ ഭാവാർത്ഥം. യേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. കുരുപിതാമഹന് പൗത്രന്റെ അന്തർഗതം അറിയാമായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായ അനുകമ്പയോടെ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തന്റെ സിംഹോപമ പ്രതാപത്തിന് ഒത്ത വിധം ആർത്ത് അത്യുച്ചത്തിൽ ശംഖനാദം മുഴക്കി. ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകയാൽ ഈ യുദ്ധത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ വയ്യെന്ന് വിഷാദഗ്രസ്തനായ ദുര്യോധനനെ സംഹിന്റെ പ്രതീകത്തിലൂടെ ഭീഷ്മർ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും യുദ്ധം നടത്തേണ്ടത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്. അത് നിറവേറ്റാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമ്യഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണാ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണ ലളിത ശ്രീ വിശാഹാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷാഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗർദിശേ നമഃ. നമോ ബ്രാഹ്മണ്യദേവായ ഗോബ്രാഹ്മണ്യഹിതായ ച ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വഞ്ചാകൽപതരൂപേച്ഛ കൃപാസിന്ധുഭേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. ജയ നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ബദരി ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത വത്സമേതസേ പ്രചാരണേ ലോകധാരണേ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി നാം. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം നമ്മൾ ഇന്ന് ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ശ്ലോകം ഇങ്ങനെയാണ്: തസ്യ സംജനയൻ ഹർഷം കുരു വൃദ്ധാ പിതാമഹ സിംഹനാദം വിനദ്ദോക്ഷേ ശംഖം ദദ്മോ പ്രതാപവാൻ. അതിന്റെ അർത്ഥം ഇതാണ്: അപ്പോൾ പരാക്രമിയും ഗുരു പിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനനെ ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖം എടുത്തൂതി എന്നാണ്. ഇവിടെ നമുക്കറിയാം, ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ മുന്നിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന സിറ്റുവേഷൻ ആണ് കഴിഞ്ഞ 11-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചർച്ച ചെയ്തത്. ശരിയല്ലേ? ഇപ്പോ ആ ഡിസ്കഷന്റെ ഇടയിൽ ഒരു ഡിസ്റ്റർബൻസ് വന്നിരിക്കുക. ഡിസ്റ്റർബൻസ് അല്ല, ഒരു ഡിസ്കഷൻ കട്ടാവുകയാണ്. എങ്ങനെയാണ് കട്ടാവുന്നത്? അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് ആ ഡിസ്കഷൻ കട്ടാവുക. ആ ശബ്ദം എന്തായിരുന്നു? ആ ശബ്ദം, ആ ഡിസ്കഷൻ കട്ടാവാൻ കാരണമായ ആ ശബ്ദം ഒരു ശംഖിന്റെ നാദമാണ്. അതൊരു സിംഹനാദമായിരുന്നു. നല്ല ഉറച്ച, നല്ല ദൃഢമായ ഒരു ശബ്ദമായി. സിംഹനാദത്തിന്റെ പ്രത്യേകത എന്താണ്? സിംഹം മോങ്ങത്തില്ല. സിംഹം എങ്ങനെയാണ്? ഗർജിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ സിംഹം ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഡിറ്റർമിനേഷൻ ഉള്ളതാണ്, തീരുമാനമെടുത്തതാണ്, അല്ലെ? വേണോ വേണ്ടയോ ആ പരിപാടി ആർക്കില്ല? സിംഹത്തിനില്ല. വേണം എന്ന് തന്നെ. എന്താണ് ചെയ്യുന്നതെന്നുള്ള ഉത്തമ ബോധം സിംഹത്തിനുണ്ട്. എന്നതുപോലെ സിംഹനാദം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭീഷ്മദേവനാണ് ആ ശംഖം എടുത്ത് ഊതിയത്. അപ്പോൾ അത് സിംഹനാദത്തിനോട് ഉപമിക്കാൻ കാരണം ഭീഷ്മദേവൻ എന്താണ് ചെയ്യണത്, എന്താണ് ചെയ്യുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്. ബോധത്തോടു കൂടി തന്നെയാണ് ഭീഷ്മദേവൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. പിന്നെ ഭീഷ്മൻ ആരാണെന്ന് ചോദിച്ചാൽ സിംഹം തന്നെ, സംശയമൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഒരു സിംഹത്തിനെ പോലെ തന്നെയാണ് ജീവിച്ചത്. സിംഹം കാട്ടിലെ രാജാവല്ലേ? ആണല്ലോ. എന്തുകൊണ്ടാണ് കാട്ടിലെ രാജാവ് സിംഹമായത്? പറയും. പറയും. കാട്ടിലെ രാജാവ് സിംഹമാണ്. എന്താണ് കാരണം? സിംഹത്തിനെക്കാളും തടിയുള്ള ആന അവിടെ ഉണ്ടല്ലോ. എന്നിട്ട് എന്തേ സിംഹം രാജാവായത്? സിംഹത്തിനെക്കാളും നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന ആളാണ് ആര്? ചീറ്റ. അപ്പൊ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആനിമൽ അല്ല സിംഹം. ഏറ്റവും തടിയുള്ള ആനിമലും അല്ല സിംഹം. ആണോ? അല്ല. ഏറ്റവും പൊക്കമുള്ള ആനിമൽ അല്ല സിംഹം. ജറാഫാണ്, അല്ലേ? അല്ല, ആണ്. ഓക്കെ. എന്നിട്ട് എന്തുകൊണ്ട് പിന്നെ കൈയുടെ ശക്തിയും മുന്നിലെയും പിന്നിലെയും കൈയുടെ ശക്തി വെച്ച് നോക്കുമ്പോൾ സിംഹത്തിനെക്കാളും ശക്തിയുള്ളതാണ് കടുവ. ഫ്രണ്ടിലത്തെ കൈ സിംഹത്തിനെക്കാളും ശക്തിയുണ്ട് കടുവയ്ക്ക്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവിടെയും സിംഹത്തിനെക്കാളും ശക്തിയുള്ള ആൾക്കാർ വേറെ കാട്ടിലുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് സിംഹം കാട്ടിലെ രാജാവായി? ബുദ്ധിയുണ്ടല്ലേ? അങ്ങനെ സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ് സിംഹത്തിനെ സിംഹമാക്കിയത്, രാജാവാക്കി. മറ്റുള്ള ഏതൊരു ജീവിയെക്കാളും സിംഹത്തിന് ആറ്റിറ്റ്യൂഡ്, വളരെ ശക്തമായ ആറ്റിറ്റ്യൂഡുണ്ട്. കാര്യങ്ങളിൽ ദൃഢനിശ്ചയമുണ്ട്. ഏതാണ് കാര്യം ചെയ്യുന്നത് അതിന് നല്ല ബോധമുണ്ട്. അനാവശ്യമായിട്ട് ആരെയും ഉപദ്രവിക്കത്തില്ല. സിംഹത്തിന് വിശന്നിരുന്നാൽ മാത്രമേ ഇരകളെ പിടിക്കത്തുള്ളൂ. തൊട്ടടുത്ത് ആര് വന്നിരുന്നാലും അത് തൊടത്തില്ല. വയറ് നിറഞ്ഞിരുന്നാൽ. വിശന്നിരുന്നാൽ മാത്രമേ അത് ഉപദ്രവിക്കത്തുള്ളൂ. പിന്നെ അങ്ങനെ ആറ്റിറ്റ്യൂഡിന്റെ വെച്ച് നോക്കുമ്പോൾ സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് മറ്റെല്ലാ മൃഗത്തിൽ നിന്നും വ്യത്യസ്തമാണ്. സിംഹം അങ്ങനെ ആരെയും പേടിക്കത്തില്ല. സിംഹം എന്ത് പ്രശ്നം വന്നാലും അത് സിംഹഗർജനത്തോടുകൂടി അതിനെ അതിജീവിക്കും. അല്ല പിന്തിരിഞ്ഞു ഓടുന്ന പരിപാടി ആർക്കില്ല, സിംഹത്തിന്. അതാ. അതേപോലെ സിംഹം
നോക്കുമ്പോൾ അറിയാം ഒരു രാജാവിന്റെ എല്ലാ ശീലവും സിംഹത്തിനുണ്ട്. ഉദാഹരണത്തിന് സിംഹം ഇര പിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആൺ സിംഹം ഇര പിടിക്കാൻ ഇറങ്ങത്തില്ല. ഇര ഒട്ടുമുക്കാലും പിടിച്ചു കൊടുക്കുന്നത് ആരാണ്? പെൺസിംഹമാണ് ഇര പിടിച്ച് ഹസ്ബൻഡിനും മക്കൾക്കും കൊണ്ടു കൊടുക്കും. എന്നാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പെൺസിംഹത്തിന് പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കഷി ഒന്ന് ഏയ്ക്കും. എന്നിട്ട് ഒരു സിംഹഗർജനം മുഴക്കി ഫീൽഡിലേക്ക് ഇറങ്ങും. പിന്നെ ഒരു ജീവൻ മരണ പോരാട്ടം കഴിഞ്ഞ് തിരിച്ചു വരത്തുള്ളൂ. ഡു ഓർ ഡൈ, ഇതാണ് സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. ഒരു വിഷയത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടിലൊന്ന് കണ്ടിട്ടേ അത് പിന്മാറത്തുള്ളൂ. ഡു ഓർ ഡൈ. മരണത്തിന് അതിന് ഭയമില്ല, മരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിന്റെ അറ്റം വരെ കണ്ടിട്ടേ വരത്തുള്ളൂ. അപ്പോ പെൺസിംഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൺസിംഹം വേട്ടയ്ക്ക് ഇറങ്ങും. ഇറങ്ങുമ്പോൾ സിംഹം ഒന്നിനെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അതിനെ മാത്രമേ പിടിക്കൂ. മനസ്സിലായ? അതാണ് സിംഹത്തിന്റെ വ്യത്യാസം. സിംഹം ഒരു കാര്യം, ഒരു ഇരയെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിലൂടെ മറ്റൊരു ഇര വന്നാൽ അതിനെ സിംഹം പിടിക്കത്തില്ല. സിംഹം നോട്ടമിട്ട ആ സിംഹം എത്ര ദൂരം ഓടിയാൽ അതിന്റെ പുറകെ പോയി അത് പിടിച്ചു. മനസ്സിലായോ? അപ്പൊ ഡീവിയേഷൻസ് ഇല്ല, ഡീവിയേഷൻ ഇല്ല. ഒരു കാര്യം ഏറ്റെടുത്താൽ അതിന്റെ അറ്റം കണ്ടിട്ടേ വരും, അത് അച്ചീവ് ചെയ്തിരിക്കും. ഇടയിൽ ആരെങ്കിലും വന്നാലും അതിനെ മൈൻഡ് ചെയ്യത്തില്ല. അതിന്റെ ഫോക്കസ് വളരെ കൃത്യമാണ്. ആ സിംഹത്തിനോടാണ് ഇന്നത്തെ ശ്ലോകത്തിൽ ഭീഷ്മദേവന്റെ ശംഖനാദത്തിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഭീഷ്മദേവൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഭീഷ്മദേവൻ വ്യക്തമായ ബോധത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് അതിന്ന് മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരാൾ അതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ചെയ്യുന്നത് ശരിയാണോ? എന്നാൽ ഇവിടെ ഫലത്തിൽ അതേ ഒരു ഡിസ്റ്റർബൻസ് അവിടെ വരുത്തിയിരിക്കുക. അത് എന്തുകൊണ്ടാണ്? അത് ഡിസ്റ്റർബൻസ് അല്ല, അത് ശരിക്കും ഒരു പോസിറ്റീവായിട്ടാണ് ദുര്യോധനൻ തന്നെ എടുത്തത്. കാരണം എന്ത്? ദുര്യോധനൻ ഇത്രയും കാലം ആഗ്രഹിച്ച കാര്യമാണ് ഭീഷ്മദേവനും ദ്രോണാചാര്യനുമൊക്കെ ആരുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യണമെന്ന്. അതിന്റെ സിഗ്നലാണ് ആരിപ്പോ കാണിച്ചിരിക്കുന്നത്? അപ്പൊ അത് ദുര്യോധനെ കൂടുതൽ സന്തോഷിപ്പിക്കാനാണ് അത് ഉളവായത്. അല്ലാതെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അടിച്ചത് എന്നുള്ള ഫീലിംഗ് അല്ല വന്നത്. ഇത്രയും കാലം ഞാൻ എന്താണോ കഷ്ടപ്പെട്ടത് അതിന്റെ ഫലം ദാ കിട്ടിയിരിക്കുന്നു എന്നുള്ള മൂഡിലാണ് ദുര്യോധനൻ അത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദുര്യോധനെ സന്തോഷിപ്പിക്കുകയാണ് ഫലത്തിൽ ചെയ്തത്. ഭീഷ്മദേവന്റെ പ്രവൃത്തികളെല്ലാം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നത് ഭീഷ്മദേവൻ അവരുടെ അനുമതി ഇല്ലാതെ ചെയ്യും. ഉദാഹരണത്തിന് ഭീഷ്മദേവന്റെ അച്ഛൻ എന്താണ്? അദ്ദേഹം ശന്തനു മഹാരാജ്. അദ്ദേഹത്തിന് ഗംഗാദേവി ആണ് ആരുടെ അമ്മ? അദ്ദേഹത്തിന്റെ പുത്രനായ ഭീഷ്മാചാര്യന്റെ. എന്നാൽ അവരുടെ നിബന്ധന പ്രകാരം ഗംഗാദേവി എന്തെങ്കിലും ചെയ്താൽ അതിനെ എന്ത് എന്ന് ചോദിക്കാൻ പാടില്ല എന്നതായിരുന്നു നിബന്ധന. കല്യാണം കഴിച്ച് ജീവിക്കണം. എന്നാൽ 6 പിള്ളേരെയും അല്ലെ കൊണ്ട് വെള്ളത്തിൽ ഗംഗാജലത്തിൽ ഇട്ടപ്പോൾ 7ാമത്തെ കുട്ടിയായ ഭീഷ്മദേവനെ കൊണ്ട് വെള്ളത്തിൽ ഇടുമ്പോൾ ഇദ്ദേഹം തടഞ്ഞു. ഭീഷ്മദേവന്റെ അച്ഛൻ ശന്തനു മഹാരാജാവ് തടഞ്ഞു. അതോടുകൂടി ഗംഗാദേവി പോയി. അപ്പൊ ഇപ്പോ റാണി ആർക്കില്ല? ശന്തനു മഹാരാജന് റാണിയില്ല. അപ്പൊ ആ സിറ്റുവേഷനിലാണ് സത്യവതി എന്നുള്ള ഒരു ദേവിയെ ശന്തനു മഹാരാജാവ് കാണാൻ ഇടയാവുകയും അതിന്റെ കസ്തൂരി ഗന്ധം കണ്ട് അട്രാക്ട് ആവുകയും ചെയ്തു. അപ്പൊ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അത് മുക്കുവന്റെ മകളാണ്. അപ്പൊ മുക്കുവന്റെ മകളായ ആ ദേവിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ മുക്കുവൻ, അത് സത്യവതിയുടെ അച്ഛൻ പറഞ്ഞു, എന്റെ മകളുടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മക്കൾക്ക് രാജ്യഭരണം കിട്ടും എന്ന് ചോദിച്ചു അല്ലേ? അപ്പോ പറഞ്ഞു എനിക്ക് ആൾറെഡി ഒരു പുത്രനുണ്ട്, അദ്ദേഹം എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്, അതിശക്തനായ ആരാണ്? അദ്ദേഹത്തിന്റെ അന്നത്തെ പേരെന്താ? ഭീഷ്മദേവന്റെ പേരെന്താ പറയൂ? ഭീഷ്മദേവൻ 2ാമതാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്. അതിനു മുമ്പ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? അല്ല, ഗംഗേയൻ എന്നുള്ള ഒരു പേരുണ്ട്. മറ്റൊരു പേരെന്താ? ഭീഷ്മദേവന് ഉള്ള ഒരുപാട് പേരുകളിൽ ഒന്ന് അയ്യോ മറന്നുപോയല്ലോ, ഞാൻ വായിക്കാം. ഭീഷ്മന്റെ മറ്റു പേരുകൾ അപഗേയൻ, അപഗാസുതൻ, ഭാഗീരഥി പുത്രൻ, ഭാരതൻ, പിതാമഹൻ, ഭാരതർഷഭൻ, ഭാരതസത്തമൻ, ഭീഷ്മകൻ, ശന്തനവൻ, ശന്തനൂപുത്രൻ, ശന്തനൂസൂതൻ, ശന്തനുജൻ, ദേവവൃതൻ. അതാണ് അത് മറന്നു, അതാ ദേവവൃതൻ കേട്ടോ.
ഗംഗാസൂതൻ, ഗംഗേയൻ, ജാഹ്നവി പുത്രൻ, കൗരവൻ, കൗരവനന്ദനൻ, കൗരവ്യൻ, ഷാർലൂതൻ, കുരുശ്രേഷ്ഠൻ, കുരുദോഹൻ, കുരുകുലശ്രേഷ്ഠൻ, കുരുകുലോദോഹൻ, കുരുമുഖ്യൻ, കുരുനന്ദനൻ, കുരുപതി, നദീജൻ, പ്രാപിതാമഹൻ, സാഗര സാഗരഗാസൂതൻ, സത്യസന്ധൻ, തലധ്വജൻ, വസു. ഇതെല്ലാം മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഭീഷ്മദേവന് ഇത്രയും പേരുകൾ ഉള്ളതായിട്ട് പല സ്ഥലത്ത് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭീഷ്മന്റെ തുടക്കത്തിൽ കൊടുത്ത പേര് ദേവവ്രതൻ എന്നാണ്. ഇപ്പൊ ദേവവ്രതൻ ഭീഷ്മനായി മാറാനുണ്ടായ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദേവവ്രതൻ എന്ത് ചെയ്തു? അപ്പോ ദേവവ്രതൻ ശക്തനായ ഒരു അസ്ത്രശസ്ത്രങ്ങളിലെല്ലാം പാണ്ഡിത്യമുള്ള എല്ലാം തികഞ്ഞ ഒരു ശരിക്കും ഒരു യുവരാജാവാണ്. അപ്പൊ അദ്ദേഹം ഇരിക്കുമ്പോ എനിക്ക് എങ്ങനെ എന്ന് പറഞ്ഞ് ശന്തനു മഹാരാജാവ് സത്യവതിയുടെ അച്ഛൻ പറഞ്ഞ ആ ഒരു കമ്മീഷന് പിന്മാറി. പക്ഷെ അദ്ദേഹം വളരെ ദുഃഖിതനായി. സത്യവതിയുടെ അച്ഛൻ പറഞ്ഞത്, മുക്കുവനായ അദ്ദേഹം പറഞ്ഞത്, എന്റെ മകൾ നിങ്ങളിൽ ഉണ്ടാവുന്ന പുത്രന് വേണം നിങ്ങൾ രാജ്യഭരണം ഏൽപ്പിക്കാൻ. അപ്പോ ഇദ്ദേഹത്തിന്റെ ആ ഒരു വിഷമ സ്ഥിതി അച്ഛൻ കുറെ ദിവസം കൊണ്ട് വിഷമിച്ചിരിക്കുന്നത് കണ്ട യുവരാജാവായ അദ്ദേഹത്തിന്റെ പുത്രൻ ദേവവ്രതൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ മകന്റെ അടുത്ത് ആര് പറഞ്ഞില്ല അച്ഛൻ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം അതിന്റെ പുറകെ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് അവസാനം സത്യവതിയുടെ അച്ഛന്റെ അടുത്തെത്തി. അപ്പൊ കാര്യം മനസ്സിലായി, ഇതാണ് കാരണം. അപ്പോ അച്ഛന് വേണ്ടി കല്യാണം ആലോചിച്ചു. അപ്പോ അതേ കാര്യം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ആര്? ശാന്തനു ശാന്തനു രാജാവിനോട് എന്ത് പറഞ്ഞോ അതേ കാര്യം മുക്കു അച്ഛൻ ഈ പറഞ്ഞ ദേവവ്രതനോട് പറഞ്ഞു. ദേവവ്രതൻ പറഞ്ഞു, സാരമില്ല, ഞാന് എന്താവുന്നില്ല, ഞാന് രാജാവാകുന്നില്ല, അതിന്റെ പട്ടം നിങ്ങളുടെ മക്കൾക്ക് തന്നെ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോ മുക്കുവ അച്ഛൻ അദ്ദേഹം പറഞ്ഞു, സത്യവതിയുടെ അച്ഛൻ പറഞ്ഞു, എങ്കിൽ നിങ്ങളുടെ മക്കളും അവരുടെ മക്കളും തമ്മിൽ ഭാവിയിൽ ഈ സിംഹാസനത്തിന് വേണ്ടി അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എങ്കിൽ ഇതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ആജീവാനന്തം ഞാൻ ബ്രഹ്മചര്യായി തുടരും എന്ന് പറഞ്ഞ് ഒരു ഭീഷ്മ പ്രതിജ്ഞ, ദൃഢമായ ഒരു പ്രതിജ്ഞ അദ്ദേഹം എടുത്തു. അതിനെയാണ് ഭീഷ്മ പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഭീഷ്മ പ്രതിജ്ഞയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഭീഷ്മ പ്രതിജ്ഞ മാറ്റൂല. ഭീഷ്മൻ പ്രതിജ്ഞ ഒരിക്കലും മാറ്റൂല. അതാണ് ഭീഷ്മ പ്രതിജ്ഞ എന്ന് പറയുന്നത്. ആ സമയത്ത് ദേവന്മാര് പുഷ്പവൃഷ്ടി നടത്തി. കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഭീഷ്മ പ്രതിജ്ഞ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഭീഷ്മ പ്രതിജ്ഞ നടത്തിയത് ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി നടത്താൻ കാരണം എന്തെന്ന് വെച്ചാല് ഇത്രയും സുഖഭോഗങ്ങളിൽ നിന്നുകൊണ്ടും ഒരു ആജീവാനന്ദ ബ്രഹ്മചാരിയായിട്ട് തുടരുക എന്ന് പറയുമ്പോൾ വളരെ പാടാണ്. കാരണം കാട്ടിൽ പോയി ബ്രഹ്മചാരി തുടരാൻ പാടില്ല. പക്ഷേ ഇത്രയും സുഖലോലുപതയിൽ നിന്നുകൊണ്ടുള്ള ഒരു രാജാവ് ആജീവാനന്ദ ബ്രഹ്മചാരിയായിട്ട് ഇരിക്കാൻ പാടാണ്. അപ്പൊ ആ ഒരു പാട് പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷന്റെ ഇടയിലും നല്ല തപസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് പുഷ്പവൃഷ്ടി നടത്തിയത്. ദേവിദേവന്മാര് പുഷ്പവൃഷ്ടി നടത്തി. ഇഷ്ടംപോലെ ഗുലാബ് ജാമും ഒക്കെ ഉള്ള ദിവസം ഏകാദശി വ്രതം എടുക്കുക എന്ന് പറയുമ്പോൾ കൺമുമ്പിൽ ഇതെല്ലാം വെച്ചിട്ട് കഴിക്കാതിരിക്കാൻ അല്പം പാടല്ലേ? അപ്പൊ എന്നതുപോലെ ഈ ലോകത്തിന്റെ അധിപതിയാണ് ശന്തനു മഹാരാജാവ്. അദ്ദേഹത്തിന്റെ കാലശേഷം ആരാണ് വരാൻ പോകുന്നത്? ഫലത്തിൽ ഇദ്ദേഹമാണ് വരാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുക. മനസ്സിലായി? പോരാഞ്ഞിട്ട് ഒരു തപസ്സും കൂടെ ശബ്ദം കൂടെ ചെയ്തു, ആരാണോ ഈ കുരുസിംഹാസനത്തിൽ ഇരിക്കുന്നത് അവരെ ഞാൻ എന്ത് ചെയ്യും? ആജീവാനന്ദം അവരെ ഞാൻ സംരക്ഷിക്കും എന്നുള്ള പ്രതിജ്ഞയും കൂടെ എടുത്തിരിക്കുക. മനസ്സിലായോ? അപ്പൊ ഇത് വളരെ പാടാണ്. നമ്മൾ ഇരിക്കേണ്ട കസേരയിൽ യോഗ്യതയില്ലാത്ത ഒരുത്തം വന്ന് ഇരിക്കുകയും അവരെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടുള്ളതാണ്, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ്. പിന്നെ അവിടെ ഇരുന്ന് അവർ ചെയ്യുന്ന തെമ്മാടിത്തനത്തിനും കൂടെ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ വലിയ പാടാണ്. അതാര് ചെയ്യുന്നുണ്ട്? ഭീഷ്മശതകം. അതുകൊണ്ട് ഇദ്ദേഹത്തിന് പുഷ്പവൃഷ്ടി നടത്തിയാണ് ദേവന്മാര് അദ്ദേഹത്തിന്റെ ആ പ്രതിജ്ഞ സ്വീകരിച്ചത്. ഓക്കെ, ശരി. ഇവിടെ ഭീഷ്മദേവനെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. അഭിസംബോധന ചെയ്തിരിക്കുന്നത് കുരു പിതാമഹൻ എന്നാണ് പറഞ്ഞത്. കുരുവിലെ വൃദ്ധനായ, അല്ലെ? എന്താ ഇത് പറഞ്ഞിരിക്കുന്നത്? കുരുവൃദ്ധാഹ, അല്ലെ? കുരുവൃദ്ധ എന്ന് പറഞ്ഞാൽ കുരുക്കളിൽ മൂത്തവനായ, വൃദ്ധനായ, ഒരുപാട് വയസ്സായ എന്നാണ്. പിതാമഹ എന്ന് പറഞ്ഞാൽ മുത്തച്ഛനാണ്.
ശരിക്കും ഭീഷ്മദേവൻ ദുര്യോധനന്റെയും പാണ്ഡവരുടെയും ഒക്കെ മുത്തച്ഛനാണോ? ഡയറക്റ്റ് മുത്തച്ഛനാണോ? അല്ല, ഡയറക്റ്റ് മുത്തച്ഛനാണ്. കാരണം എന്ന് വെച്ചാല് സത്യവതിയിൽ ശാന്തനു മഹാരാജാവിന് രണ്ട് പുത്രന്മാരുണ്ടായി. ആരാണ്? വിചിത്രവീരനും ചിത്രാംഗദൻ. ചിത്രാംഗദന് മൂത്തയാളായിരുന്നു. അപ്പോ ചിത്രാംഗദന് ആയിരുന്നു ശാന്തനു മഹാരാജ മരണപ്പെട്ടതിന് ശേഷം സിംഹാസനം കൊടുത്തത്, രാജ്യഭരണം നടത്തിയത്. അദ്ദേഹം ഒരു കുരുക്ഷേത്ര എന്നുള്ള യുദ്ധക്കളത്തിൽ വെച്ച് അന്ന് ചിത്രാംഗദൻ എന്ന് തന്നെ പേരുള്ള മറ്റൊരു ഒരു ഗന്ധർവനായിട്ട് ഒരു യുദ്ധം നടത്തി. ആ യുദ്ധം 3 വർഷം നീണ്ടു നിന്നു. ആ യുദ്ധത്തിൽ അൺഫോർച്ചുനേറ്റ്ലി ആര് വധിക്കപ്പെട്ടു? ഈ ചിത്രാംഗദൻ എന്നുള്ള സത്യവതിയുടെ പുത്രൻ മരണപ്പെട്ടു. അപ്പൊ രണ്ടാമത്തെ അനിയനായ വിചിത്രവീരനെ രാജ്യഭരണം കൊടുത്തു. ഈ സമയത്താണ് അംബിക, അംബാലിക എന്നിങ്ങനെ ഉള്ള 3 രാജാവിന്റെ കാശി രാജാവിന്റെ പുത്രികളെ ഭീഷ്മൻ തന്നെ പോയി ഇത് ബലം പ്രയോഗിച്ച് കൊണ്ടുവന്ന് വിചിത്രവീരനെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചു. അതിൽ ശാല്യരുടെ കൂടെ അത്യാവശ്യം പ്രണയബന്ധത്തിലായിരുന്ന അംബയെ മാത്രം ശരി തിരിച്ചു പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അംബാലികയും അംബികയും ആര് കല്യാണം കഴിച്ചു? വിചിത്രവീരൻ കല്യാണം കഴിച്ചു. അങ്ങനെ 7 വർഷം നല്ല രീതിയിൽ അദ്ദേഹം രാജ്യഭരണം നടത്തി. പക്ഷെ 7 വർഷത്തിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് ക്ഷയരോഗം ബാധിച്ച് മരണപ്പെട്ടു. അപ്പൊ ഇപ്പൊ എന്തുണ്ടായി? അവർക്ക് അടുത്ത വാരിസ് ഇല്ലാതെയായി. വാരിസ് എന്ന് പറയുമ്പോൾ അടുത്ത തലമുറ ഇല്ലാതെയായി. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ദേവി ആരാണ്? സത്യവതി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സത്യവതി പറഞ്ഞു, ഭീഷ്മദേവ, അങ്ങ് ആരാണ്? ഫലത്തിൽ ഇവരുടെ മൂത്ത ചേട്ടനാണ്. അപ്പൊ താങ്കൾ ഈ ഭാര്യമാരെ സ്വീകരിച്ച് പുത്രോത്പാദനം നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ ഭീഷ്മൻ പറഞ്ഞു, നടക്കില്ല. ഞാൻ എന്ത് ചെയ്തു? പണ്ട് ശപഥം ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ്? ഇതേ സത്യവതിക്ക് വേണ്ടിയാണ് ശപഥം ചെയ്തിട്ടുള്ളത്. ആ ശപഥം മാറ്റിക്കോളാൻ ആര് പറയുന്നുണ്ട്? സത്യവതി തന്നെ പറയുന്നു. ആര് സമ്മതിക്കുന്നില്ല? അത് ഭീഷ്മന് മാത്രമേ പറ്റൂ കേട്ടോ, നമ്മൾക്ക് പറ്റൂല. കാരണം ഭീഷ്മൻ ഇതുപോലെ സിറ്റുവേഷനിൽ ഭീഷ്മൻ അല്ലാതെ വേറെ ആരായാലും അങ്ങനെയാണോ എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ ചെയ്യും. പക്ഷെ ഭീഷ്മൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ ശപഥം ചെയ്ത അത്ര അത് ശപഥമാണ്, എന്നെ കൊണ്ട് കഴിയും, ഞാൻ ശപഥം പാലിക്കും, മരണം വരെ ഞാൻ ശപഥം പാലിക്കും. അപ്പോ മറ്റൊരു വഴിയും ഇല്ലാതായപ്പോഴാണ് സത്യവതിയുടെ മറ്റൊരു മൂത്ത പുത്രനുണ്ട്. അത് ആരെന്ന് വെച്ചാൽ വേദവ്യാസൻ. ആരാണ്? വേദവ്യാസൻ എങ്ങനെയെന്ന് വെച്ചാല് ഇത് മുഖ്യ സ്ത്രീയാണ്. ഇദ്ദേഹം അസിസ്റ്റന്റ് ആയിട്ട് ഒരു കടത്തുവള്ളം, കല്യാണത്തിന് മുമ്പ് സത്യവതിയുടെ മുമ്പത്തെ കടത്തുവള്ളത്തില് സത്യവതി പോകുമ്പോൾ ഇദ്ദേഹത്തിന് മത്സ്യഗന്ധമാണുള്ളത്. സത്യവതിക്ക് മത്സ്യഗന്ധമാണുള്ളത്. മുക്കുവിന്റെ പുത്രിയായതുകൊണ്ട് മത്സ്യഗന്ധമാണുള്ളത്. എന്നാൽ വ്യാസദേവന്റെ അച്ഛൻ പരാശര മഹർഷി അതുവഴി വന്നപ്പോൾ ഗ്രഹങ്ങളുടെ നില ഒരു നല്ലൊരു സിറ്റുവേഷൻ ആണെന്ന് കാണപ്പെട്ടു. ഇപ്പോൾ ജനിക്കുന്ന ഒരു പുത്രന് ഈ ലോകത്തിലെ സകല രഹസ്യങ്ങളും എഴുതി പിടിപ്പിക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ള ഒരു പുത്രൻ ജനിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് അദ്ദേഹത്തിന് ഗ്രഹനില കണ്ട് മനസ്സിലായി. അപ്പൊ സത്യവതിയിൽ അദ്ദേഹം വ്യാസദേവനെ ജനിപ്പിച്ചു. മനസ്സിലായോ? അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ സത്യവതിക്ക് ഒരു ബ്ലെസ്സിങ്സ് കൊടുത്തു. ആ ബ്ലെസ്സിങ്സ് ആണ്, നിന്റെ ഇത്രയും കാലത്തെ ഉള്ള ഈ മത്സ്യഗന്ധം മാറി കസ്തൂരി ഗന്ധം നിനക്കുണ്ടാകും എന്ന് പറഞ്ഞ് ബ്ലെസ്സിങ്സ് കൊടുത്തു. പോരാഞ്ഞിട്ട് നീ കന്യകയായി തന്നെ തുടരും എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് 10 മാസമൊന്നും വയറ്റിൽ കൊണ്ട് നടക്കണം. ബ്ലെസ്സിങ്സ് കൊണ്ട് ഉടനെ തന്നെ പുത്രോത്പാദനം നടത്താൻ പറ്റും. അങ്ങനെ വ്യാസദേവൻ അവിടെ തന്നെ അവതരിക്കുകയും അന്ന് തന്നെ വ്യാസദേവൻ വളരുകയും ചെയ്യും. അത്രയും സമയം അതൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പൊ വേദവ്യാസൻ പറഞ്ഞു, അമ്മേ, അങ്ങ് എന്നാണോ എന്നെ സ്മരിക്കുന്നത് അന്ന് ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് വേദവ്യാസൻ പോയി. ഇവിടെ ആ വേദവ്യാസനെ ആര് തിരിച്ച് സ്മരിക്കുകയാണ്? സത്യവതി. ഇപ്പോ അടുത്ത തലമുറ രാജ്യത്തിന് ഇല്ലാതെ വന്നപ്പോ സത്യവതി സ്മരിക്കുകയാണ്. അപ്പൊ സ്മരിച്ച മാത്രയിൽ തന്നെ വേദവ്യാസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വേദവ്യാസന്റെ വേഷം എങ്ങനെയാണ്? അദ്ദേഹം ജടാധാരിയാണ് അല്ലെ? അദ്ദേഹം നല്ല മറ്റേ ലിപ്സ്റ്റിക്കും അത് ഫേസിൽ ചെയ്യുന്ന ആളോ? ഇന്നത്തെ ആൺകുട്ടികളിപ്പോ എവിടെ പോകുന്നുണ്ട്? ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട് കേട്ടോ. ഇല്ല, ഇങ്ങനെ വരച്ച് അല്ലെ, മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്ത് അല്ലെ, എല്ലാ പരിപാടിയും ആണുങ്ങളും ഇപ്പൊ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ വേദവ്യാസൻ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ജീവിതം സ്പിരിച്വൽ കാര്യങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ട് ജടാധാരിയായി തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു? അംബിക, അംബാലിക. ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ അത് ബാൻഡാണ്. എന്നാൽ അന്നത്തെ കാലത്ത് പുത്രോത്പാദനത്തിന് വാരിസ് ഇല്ല എങ്കിൽ സഹോദരന്മാരുടെ സഹായത്തോടു കൂടി ചെയ്യാം, അപ്പൊ പുത്രോത്പാദനം നടത്താം. അപ്പോ വേദവ്യാസനോട് ദേവി ആവശ്യപ്പെട്ടു, അടുത്ത തലമുറയ്ക്ക് അങ്ങയുടെ സഹായം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അംബിക, അംബാലികയില് അംബ ആൾറെഡി എന്താണ്?
പോയി കഴിഞ്ഞു. അതിനുശേഷം തിരിച്ചു വന്ന ആ കഥ ഞാൻ പറയാം. ഭീഷ്മദേവനെ ശാലി മഹാരാജാവ് ഉപേക്ഷിച്ചു, ഭീഷ്മദേവനെ അപഹരിച്ചുകൊണ്ട് പോയതുകൊണ്ട്. അപ്പോ ശാലി മഹാരാജാവ് കൈയൊഴിഞ്ഞത് കൊണ്ട് അങ്ങ് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഭീഷ്മനോട് പറഞ്ഞു. ഭീഷ്മൻ പറഞ്ഞു, ഞാൻ ആൾറെഡി ശപഥം ചെയ്തിരിക്കുന്നു, ആരാണ്, ആജീവന്റെ ബ്രഹ്മചാരിയാണ്, പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സിറ്റുവേഷനിൽ അംബിക അംബ പരശുരാമന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് പറഞ്ഞു. പരശുരാമൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഭീഷ്മദേവന്റെ ഗുരുവാണ്. അപ്പൊ ഗുരു പറഞ്ഞാൽ ഇദ്ദേഹം കേൾക്കുന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഗുരുവിനോട് ഭീഷ്മദേവൻ പറയുകയാണ്, ദയവായി അങ്ങ് എന്നോട് ക്ഷമിക്കണം, കാരണം എന്ത്, ഞാൻ അറിയാതെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ആൾറെഡി ഒരു ശബ്ദത്തിലാണ്, എന്താണ്, ഞാൻ ആജീവാനന്ദ ബ്രഹ്മചര്യത്തോട്. അപ്പോ എങ്കിൽ നീ എന്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് തോറ്റാൽ മാത്രമേ നിനക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. എങ്കിൽ അങ്ങ് അനുഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങയുടെ കൂടെ ഫൈറ്റ് ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ഭീഷ്മദേവൻ കേൾക്കുന്നുണ്ടോ, ഇപ്പൊ ആരുടെ കൂടെ യുദ്ധം ചെയ്യാൻ പോവുകയാണ്? സ്വന്തം ഗുരുവിനോട് യുദ്ധം ചെയ്യുകയാണ്. ആരാണ്? പരശുരാമൻ. അത് അങ്ങനെ പരശുരാമനോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് പരശുരാമനോട് ഭീഷ്മദേവൻ പെർമിഷൻ മേടിച്ചു. അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യാം, പക്ഷെ അതിന് പെർമിഷനും ബ്ലെസ്സിങ്സ് ആര് തരണം? അങ്ങ് തന്നെ തരണം. അങ്ങ് തരുന്ന സർവീസ് ആയിട്ട് ഞാനത് ചെയ്യാം. മനസ്സിലായി? ഇവിടെ അദ്ദേഹം ഗുരുവിന്റെ ഭാഗത്ത് നിന്നും പെർമിഷനോട് കൂടിയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ശംഖ് ഊതിയിരിക്കുന്നത് പെർമിഷനോടെ അല്ല. മനസ്സിലായോ? ഇന്നത്തെ ശ്ലോകത്തിൽ ദുര്യോധനന്റെ പെർമിഷനോട് കൂടി അല്ല ശംഖ് ഊതിയിരിക്കുന്നത്. എന്നാൽ ഗുരുവിനോട് യുദ്ധം ചെയ്യാൻ വന്നപ്പോ അത് പെർമിഷനോടെ ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ അച്ഛന് സത്യവതിയെ കല്യാണം ആലോചിക്കാൻ വേണ്ടി പോയതും പെർമിഷൻ മേടിച്ചിട്ടല്ല. മനസ്സിലായി? അപ്പോ ഭീഷ്മദേവന് സിംഹമാണ്. എവിടെ പെർമിഷൻ മേടിക്കണമെന്നും എവിടെ പെർമിഷൻ മേടിക്കാതെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള ബോധം ആർക്കുണ്ട്? ഭീഷ്മദേവനുണ്ട്. മനസ്സിലായി? അപ്പൊ ഗുരുവിനോട് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഭീഷ്മദേവൻ ഗുരുവിനോട് പെർമിഷനോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ സർവീസായ ഏത് സ്വീകരിക്കുന്നത്? യുദ്ധം ചെയ്യുക എന്നുള്ളത് സ്വീകരിക്കുന്നത്. എന്നാൽ ഇവിടെ ദുര്യോധനനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് ആരുടെ ഇഷ്ട? ഭീഷ്മന് അതിന് പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല. അതിന് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അതേപോലെ അച്ഛന്റെ ഹൃദയം അറിഞ്ഞും ഒരു ഉത്തമ പുരുഷന് പെരുമാറാൻ കഴിയുന്നു. ഇവിടെ മൂന്ന് കോണ്ടസ്റ്റ് ആണ് ഉള്ളത്. ഒന്ന്, ഗുരുവിന്റെ ഫ്രണ്ടിൽ ഒരു ശിഷ്യൻ എങ്ങനെ ഇരിക്കണമെന്ന് ആര് പറഞ്ഞു തരുന്നു? ഭീഷ്മദേവൻ പറഞ്ഞു തരുന്നു. നിങ്ങൾ എന്റെ കൂടെ യുദ്ധം ചെയ്യണം എന്നുള്ളത് ഒരു സർവീസ് ആയിട്ട് ഗുരു തന്നപ്പോ, ഗുരു അനുഗ്രഹിക്കുമെങ്കിൽ ഞാൻ ആ സർവീസ് ചെയ്യാമെന്ന് അങ്ങയുടെ പെർമിഷനോട് കൂടിയും ബ്ലെസ്സിങ്സോട് കൂടി ചെയ്യാമെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു ശിഷ്യനെ നമുക്ക് കാണാം ഭീഷ്മദേവനിലൂടെ. അതേ സമയത്ത് ഉത്തമനായ ഒരു മകനെ നമുക്ക് കാണാം. ശാന്തനു മഹാരാജാവിന്റെ പുത്രനായ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഇംഗിതം അനുസരിച്ച് സത്യവതിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയത് ഒരു ഉത്തമ സന്തതിയുടെ ലക്ഷണമാണ്. കാരണം എന്ത്? അച്ഛന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ്. 3 തരം മക്കളാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. ആർക്കും. ഒന്ന് ഉത്തമ സന്തതി, മധ്യമ സന്തതി, അധമ സന്തതി. അതിൽ ഉത്തമ സന്തതി എന്ന് പറഞ്ഞാൽ ആരാണ്? അച്ഛന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക, അതാണ് ഉത്തമ സന്തതി. മധ്യമ സന്തതി എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞാൽ ചെയ്യും, അത് മധ്യമം. അധമ സന്തതി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും ചെയ്യൂല, അതാണ് അധമ സന്തതി. ഓക്കെ. പക്ഷെ ഇവിടെ ഭീഷ്മൻ എന്തായിരുന്നു? ഉത്തമ സന്തതി. ഓക്കെ. അതേപോലെ ഇദ്ദേഹം ഒരു സേവകനാണ്. ആരുടെ സേവകനാണ്? ഇപ്പോ ഒരു രാജസിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ സേവകനാണ്. ഇദ്ദേഹം ഭീഷ്മ ശപഥം ചെയ്തിട്ടുണ്ട്. എന്താണ്? ജീവിതകാലം മുഴുക്കെ ആ സദസ്സിൽ ആ കസേരയിൽ ആരാണ് ഇരിക്കുന്നത് അവർ പറയുന്ന അവരുടെ ദാസനായി ഞാൻ അവരുടെ ആജ്ഞ പാലിക്കുന്നതാണ് പറയുന്നത്. ഇവിടെ ഭീഷ്മദേവൻ നന്നായി അത് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഇവിടുത്തെ അതിന്റെ സ്പീക്ക് പേഴ്സൺ ആരാണ്? ദുര്യോധനനാണ്. അപ്പൊ ദുര്യോധനന്റെ മനസ്സിലുള്ള ഇംഗിതം അനുസരിച്ച് അത് പറയാതെ തന്നെ പ്രവർത്തിക്കാൻ ആർക്ക് കഴിയുന്നുണ്ട്? ഭീഷ്മാചാര്യന് കഴിയുന്നുണ്ട്, അല്ലെ? അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ്? ഇവർ രണ്ടുപേരും, ഭീഷ്മനായിക്കോട്ടെ ദ്രോണരായിക്കോട്ടെ, ഇവർ രണ്ടുപേരും ആരുടെ ഭാഗത്ത് യുദ്ധം ചെയ്യണം എന്നാണ് ദുര്യോധനന്റെ ആഗ്രഹം? അദ്ദേഹത്തിന്റെ ഭാഗത്താണ്. അപ്പൊ അതിന്റെ സ്റ്റെപ്പാണ് ദുര്യോധനൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടിയെന്നുള്ള ഒരു ധ്വനി അദ്ദേഹത്തിന് മനസ്സിലാവുമാറ് സിംഹഗർജനം പോലെ ശംഖം എടുത്ത് ഊതി. അപ്പൊ അദ്ദേഹം ആസ്വദിക്കാൻ, ഇത്രയും ദിവസം ഞാൻ കഷ്ടപ്പെട്ടത് ഇതിനു വേണ്ടിയല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിന് ശംഖം എടുത്ത് ഊതി. ഓക്കെ. അപ്പൊ ഉത്തമനായ ഒരു സേവകനും കൂടിയാണ്. ഉത്തമനായ സേവകൻ എങ്ങനെ ആയിരിക്കണം? അദ്ദേഹത്തിന്റെ യജമാനൻ പറയാതെ തന്നെ അതിന് മനസ്സറിഞ്ഞ് ചെയ്യണം. അതിവിടെ ആര് ചെയ്യുന്നുണ്ട്? ഭീഷ്മദേവൻ ചെയ്യും. ഓക്കെ. അതാ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, ഭീഷ്മദേവൻ കുരു പിതാമഹൻ എന്ന് നമ്മൾ പറഞ്ഞു. ഭീഷ്മദേവൻ ദുര്യോധനനെ ആഹ്ലാദിച്ചിരിക്കുക. ഭീഷ്മദേവൻ എങ്ങനെയാണ് കുരു പിതാമഹനാവുന്നത്? ഇപ്പോ ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ ആ വംശത്തിൽ ഏറ്റവും മുതിർന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഭീഷ്മദേവനാണ്. അപ്പൊ ആ പരമ്പര ഏതാണെന്ന് ഞാനൊന്ന് പേരെടുത്ത് പറയാം. ആ പരമ്പര എങ്ങനെയാണ് ഭീഷ്മദേവൻ വരെ ആ പരമ്പര എത്തിയത്? കുരുവംശം എന്ന ആ വംശത്തിന് പേര് കിട്ടിയത് എങ്ങനെയാണ്? കാരണം ആ പരമ്പരയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, കുരു എന്ന് പറഞ്ഞ രാജാവ്.
ഇദ്ദേഹത്തിന്റെ ശന്തനു എന്ന് പറഞ്ഞ അച്ഛൻ എത്രാമത്തെ പരമ്പരയിലാണ് വരുന്നത്? ഇപ്പൊ മഹാഭാരതം നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ ശന്തനു മഹാരാജാവ് മുതലുള്ള താഴോട്ടുള്ളതേ കാണിക്കും. അപ്പൊ അതിന് മുമ്പുള്ളത് എന്തായിരുന്നു സംഭവിച്ചെന്നും കൂടെ ഈ ക്ലാസ്സിൽ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഭീഷ്മന്റെ വംശാവലിയിൽ പറയുകയാണെങ്കിൽ ഭഗവാൻ വിഷ്ണുവിൽ നിന്നും അനുക്രമമായി ബ്രഹ്മാവ് ജനിക്കുകയുണ്ടായി. അത്രി മഹർഷി, അത്രി, ചന്ദ്രൻ, ബുധൻ, പൂരൂരവസ്, ആയുഷു, നഹൂഷൻ, യയാതി, പുരു, ജനമേജയൻ, പ്രാചീനോനൻ, പ്രവീരൻ, നമസ്തു, വിദപയൻ, ശുണ്ടു, ബഹുവീതൻ, സംയാതി, രഹോവാദി, രൗദ്രാശൻ, മതിനാരൻ, സന്തുരോധൻ, ദുഷ്യന്തൻ, ഭരതൻ, സുഹോത്രൻ, സുഹോതാവ്, ഗലൻ, ഗർദൻ, സുകേതു, ബൃഹൽ, ശത്രൻ, ഹസ്തി, അജമീടൻ, ഋഷൻ, സംവരൻ, ശംവരണൻ, കുരു. ഇവിടെയാണ് കുരു വരുന്നത് കേട്ടോ. കുരു, ജഹ്നു, സുരതൻ, വിദുരതൻ, സാർവഭൗമൻ, ജയൽസേനൻ, രവ്യയൻ, ദാവുകൻ, ചക്രോദത്തൻ, ദേവാതിഥി, ഋഷൻ, ഭീമൻ, പ്രദീപൻ, ശന്തനു, ഭീഷ്മൻ. ഭീഷ്മന്റെ തൊട്ടുമേലെ അച്ഛൻ ശന്തനു, ശന്തനുവിന്റെ അച്ഛൻ പ്രദീപൻ. ഇതിൽ നമ്മൾ ഈ വംശാവലിയിൽ നമുക്ക് ഒരുവിധം അറിയാവുന്ന, പൊതുവെ അറിയാവുന്ന ആൾക്കാരായിരുന്നു വെച്ചാൽ ബ്രഹ്മാവിനെ, വിഷ്ണുവിനെ നമുക്ക് അറിയാം, ബ്രഹ്മാവിനെ അറിയാം, അത്രി മഹർഷിയെ അറിയാം, ചന്ദ്രനെ അറിയാം, പൂരൂരവസിനെ അറിയാം, യയാതിയെ അറിയാം, കുരു അറിയാം, പിന്നെ ദുഷ്യന്തനെ അറിയാം. അതെ, ദുഷ്യന്തനെ അറിയാം, സുഹോത്രനെ അറിയാം, പിന്നെ കുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കുരുവിനെ അറിയാം, പിന്നെ പ്രദീപൻ, ശന്തനു, ഭീഷ്മൻ. ഇതാണ് ആ പരമ്പര. ഓക്കെ, അപ്പൊ ആ പരമ്പര അതുകൊണ്ടാണ് ഈ കുരുവംശത്തിൽ, കുരുവിന്റെ വംശം മുതലാണ് ഇതിനെ കുരുവംശം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കുരു, ഞാൻ പറഞ്ഞല്ലോ, കുരുക്ഷേത്ര യുദ്ധകളത്തിൽ മരിക്കുന്നവരെല്ലാം, യുദ്ധത്തിൽ മരിക്കുന്നവരെല്ലാം മിനിമം എവിടെ കിട്ടണം? സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു യജ്ഞം ചെയ്ത വ്യക്തിയാണ് കുരു. അറിയാലോ, നേരത്തെ നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ കുരുവിൻ വംശത്തിൽ ഏറ്റവും മൂത്ത ആളാരാണ്? ഇപ്പൊ അതാണ് കുരുവൃദ്ധ, കുരുവംശത്തിലെ വൃദ്ധനായ വ്യക്തി എന്ന് ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. രണ്ടാമത് പിതാമഹൻ എന്നാണ്. നേരത്തെ പറഞ്ഞു, ഇപ്പോ ഇത്രയും 4-5 തലമുറയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ഇദ്ദേഹം. അപ്പൊ എല്ലാവരും സ്വന്തം അച്ഛനല്ല ആര്, സ്വന്തം മുത്തച്ഛനല്ല ഇദ്ദേഹം. എന്നാലും ഫലത്തിൽ എല്ലാവരുടെ മുത്തച്ഛനെ പോലെ എല്ലാ കാര്യവും നോക്കി നടത്തുന്നത് ആരാണ്? ഇദ്ദേഹം തന്നെയാണ്. നമ്മുടെ അച്ഛൻ, അപ്പൂപ്പൻ, മുതുമുത്തച്ഛന്റെ അനിയൻ എന്ന് പറയുന്നത് ആരാണ്? മുതുമുത്തച്ഛൻ തന്നെ. നമുക്കെല്ലാവർക്കും അല്ലെ, പ്രാപിതാമഹൻ എന്ന് തന്നെ നമ്മൾ വിളിക്കും. ആ ഒരു അർത്ഥത്തിൽ എല്ലാ സ്നേഹവും ഒക്കെ കൊടുത്ത് വളർത്തിയത് ആരാണ്? ഇവരെല്ലാം. അതുകൊണ്ട് പ്രാപിതാമഹൻ എന്ന് തന്നെയാണ്, മുതുമുത്തച്ഛൻ എന്ന് തന്നെയാണ് അവരെല്ലാവരും വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പോ ഇതില് ഭീഷ്മർക്ക് ശങ്കെടുത്ത് ഊതാൻ വേറെയും ഒരു കാരണം. ഉദാഹരണത്തിന്, ഇപ്പോ ആരാണ് ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പടക്കളത്തില് ഇത് നമ്മുടെ ധൃതരാഷ്ട്രനോട് സഞ്ജയൻ പറയുകയാണ്, കുരുക്ഷേത്ര യുദ്ധകളത്തിൽ ആരൊക്കെ സംസാരിക്കുകയാണ്? ദുര്യോധനൻ ദ്രോണാചാര്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ശങ്കെടുത്ത് സമയത്ത് ഫലത്തിൽ ഈ 2 സംഭാഷണം നടന്നുണ്ട് അല്ലെ. അപ്പൊ ആ സമയത്ത് ഒരേപോലെ ഉള്ള ആൾക്കാരാണ് ആരെല്ലാം? ഒന്ന് ഭീഷ്മനും ഒന്ന് ദ്രോണൻ. എന്തുകൊണ്ടാണ് ഒരേപോലെ? രണ്ടുപേരുടെയും ഹൃദയം ആരുടെ ഭാഗത്താണ്? രണ്ടുപേരുടെ ഹൃദയം പാണ്ഡവരുടെ ഭാഗത്താണ്. എന്നാൽ പണം പറ്റുന്നു എന്നുള്ള കാരണത്താൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ ഇവർ പറയുമ്പോൾ അനുസരിക്കും ബാധ്യസ്ഥരായിരിക്കുകയാണ്. അപ്പോ ഈ സിറ്റുവേഷനിൽ ദ്രോണാചാര്യനെ ആര് വധിച്ചുകൊണ്ടിരിക്കുകയാണ്? ഫലത്തില് നിർദ്ദേശങ്ങൾ കൊടുത്ത് വധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇദ്ദേഹം മാക്സിമം എന്ത് പറയാൻ പോണ് എന്നുള്ളത് ആർക്കറിയാം? അത് കേട്ടോണ്ടിരിക്കുന്ന ദ്രോണാചാര്യന്റെ മാനസികാവസ്ഥ എന്താണെന്നും ആർക്ക് ബോധമുണ്ട്? കാരണം ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അറിയാം അദ്ദേഹത്തിന്. അപ്പൊ വെറുതെ അദ്ദേഹത്തിനെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരനെ ഒരു പ്രത്യേക സിറ്റുവേഷൻ അതേ പെട്ട് നിൽക്കുമ്പോൾ ആര് സഹായിക്കും? കൂട്ടുകാരെ സഹായിക്കും. നൈസ് അവിടെ നിന്ന് ടോപ്പിക്ക് മാറ്റി അത് രക്ഷിക്കാൻ നോക്കും അല്ലെ. അതിവിടെ ആര് ചെയ്യുന്നുണ്ട്? കണ്ട, ഒരു വെടിക്ക് 2 പക്ഷികൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ ശ്രദ്ധ മാറ്റി, ആരുടെ? ദുര്യോധന്റെ ശ്രദ്ധ മാറ്റി. അത് ദുര്യോധന ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മാറ്റിയത്. എന്നാൽ അതേ സമയത്ത് ആരെ സഹായിക്കുകയും ചെയ്തു? ദ്രോണാചാര്യനെ മുള്ളിൽ നിർത്തി ഇദ്ദേഹം വധിച്ചുകൊണ്ടിരിക്കുകയാണ് ദുര്യോധനൻ. നൈസ കൂട്ടുകാരനെ നൈസ ആ സിറ്റുവേഷൻ മാറ്റി കൊടുക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട്? ഇതാണ് നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ നല്ല ഒരു സുഹൃത്തും കൂടെ ആരാണ് ഇവിടെ?
ആ ദ്രോണാചാര്യന്റെ നല്ലൊരു സുഹൃത്തും കൂടെ ആയി ഇവിടെ ഭീഷ്മാചാര്യർ പ്രവർത്തിക്കും. അതാ. അപ്പൊ ഈ നല്ല സുഹൃത്തുക്കൾ ഇങ്ങനെ ആയിരിക്കണ്ടേ? ഇങ്ങനെ ആയിരിക്കാൻ വേണം കേട്ടോ. അപ്പോ ഭീഷ്മാചാര്യരിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാം ആലോചിച്ച് നോക്കാം അല്ലെ. അതായത് 12 മഹാജനങ്ങളിൽ ഒരാളാണ് ആര്? ഭീഷ്മാചാര്യ. അപ്പൊ 12 മഹാജനങ്ങളിൽ ഒരാളാണ് ഭീഷ്മർ. അപ്പൊ 12 മഹാജനങ്ങളെയും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മഹാജനങ്ങൾ പോസ്റ്റ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമില്ല, മൊത്തം 12 മഹാജനങ്ങളിൽ ഒരാളാണ് ഭീഷ്മർ. അപ്പൊ ഭീഷ്മറിനെ നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിയാൻ കലിയുഗത്തിൽ എന്താണ് വഴി എന്ന് ചോദിച്ചാൽ, മഹാജനോയേന ഗൃഹസ്ഥപാന്ത, മഹാജനങ്ങൾ പോയ വഴിയെ നിങ്ങളും പൊയ്ക്കോളൂ, നിങ്ങൾ ഒരിക്കലും വഴി തെറ്റത്തില്ല. അപ്പോ ഭീഷ്മദേവൻ പോയ വഴിയെ നമ്മളും പോയാൽ നമ്മൾ വഴി തെറ്റത്തില്ല. പക്ഷെ ഭീഷ്മദേവൻ പോയ വഴി സാധാരണ ഒരാൾ നോക്കുമ്പോ നമുക്ക് പിടികിട്ടൂല. ഇദ്ദേഹം ഹൃദയം പാണ്ഡവ പക്ഷത്തും ഇത് ചെയ്തിരിക്കുന്നത് കൗരവ പക്ഷത്തു നിന്നാണ് യുദ്ധം. ഇതെങ്ങനെ മനസ്സിലാക്കും അല്ലെ? അത് കുറച്ച് പാടാണ് മനസ്സിലാക്കാൻ അല്ലെ. അതേപോലെ പല സിറ്റുവേഷനിലും നമ്മുടെ പ്രിയപ്പെട്ട ഭീഷ്മദേവൻ എടുക്കുന്ന സ്റ്റെപ്പുകൾ കാണുമ്പോൾ നമുക്ക് പിടികിട്ടൂല ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്. കാരണം പക്ഷെ എല്ലായിടത്തും ഭീഷ്മദേവൻ ആരായിരുന്നു? നല്ല സൂപ്പർ ഭക്തനായിരുന്നു എന്ന് ഒരു ഭക്തന്റെ സഹായത്തോടു കൂടി ഭീഷ്മന്റെ ജീവിതം അപഗ്രഥിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു കർണന്റെ രഹസ്യം ആർക്കൊക്കെ അറിയാം പറഞ്ഞു, നമ്മൾ സംസാരിച്ചോ? കർണന്റെ രഹസ്യം എന്താണ്? കർണൻ കുന്തിപുത്രനാണെന്ന് ആർക്കൊക്കെ അറിയാം? അന്ന് ജീവിച്ചിരിക്കുന്ന കുരുപിതാമഹൻ എന്ന് പറഞ്ഞില്ലേ, ആ കുരുപിതാമഹനായ ആർക്കറിയാം? ഭീഷ്മൻ അറിയാം. കർണന്റെ അമ്മ ആരെന്ന് ആർക്കറിയാം? കുന്തിയാണെന്ന് ഭീഷ്മൻ അറിയാം. പിന്നെ ഒരാൾക്കും കൂടെ അറിയാം. അതാരാണ്? ശ്രീകൃഷ്ണ. മനസ്സിലായ? പക്ഷേ ഒരിടത്ത് വെച്ച് ഭീഷ്മദേവൻ കർണന്റെ ജീവിത രഹസ്യം വെളിവാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? കർണൻ ആരുടെ കൂടെ ഇപ്പൊ നിൽക്കുന്നുണ്ട്? കൗരവ പക്ഷത്ത് നിൽക്കുകയാണ്. അത് ആര് കാണുന്നുണ്ട്? ഭീഷ്മൻ കാണുന്നുണ്ട്. അപ്പോഴും ആര് നിന്റെ സഹോദരന്മാര് മറ്റവന്മാരാണ്, നീ ഇവിടെ നിന്ന് അവർക്കെതിരെ അല്ല യുദ്ധം ചെയ്യേണ്ടത്, നീ പോ, അവിടെ പോയാൽ നിന്നെ അവര് രണ്ട് കൈയും നോക്കി സ്വീകരിക്കും. ഇപ്പൊ എന്താണോ ആർക്ക് പദവിയുള്ളത്? യുധിഷ്ഠിര മഹാരാജന്റെ പദവിയുള്ളത്, അതേ പദവി ആർക്ക് തരും? അവര് നിന്നെ തന്ന് സ്വീകരിക്കും എന്ന് വേണമെങ്കിൽ ആർക്ക് പറയാമായിരുന്നു. അപ്പോ കർണൻ എന്നുള്ള അതിശക്തനായ ഒരു വ്യക്തി കൗരവപക്ഷത്തിൽ നിന്ന് മാറിയാൽ അത് ആർക്ക് ഗുണമാണ്? പാണ്ഡവർക്ക് ഗുണവും കൂടിയാണ് അല്ലേ? എന്നിട്ട് കൂടി യഥാർത്ഥ ഹൃദയം ആരുടെ ഭാഗത്തുണ്ട്? പാണ്ഡവപക്ഷത്തുണ്ട്. ഇരുന്നിട്ട് കൂടി എന്തുകൊണ്ട് ഈ രഹസ്യം കർണനോട് ഭീഷ്മദേവൻ പറഞ്ഞില്ല? പറയൂ. പറഞ്ഞില്ല? എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ടെന്ന് വെച്ചാല് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ തല അവിടെ ഉണ്ടപ്പോ ആരാടാൻ പാടില്ല? വാലാടും. ഏതൊരു കാര്യവും ഭീഷ്മദേവൻ ചെയ്യുമ്പോൾ ഈ ക്രോസ് ചെക്കിങ് ചെയ്യും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കാരണം കൃഷ്ണന്റെ ആഗ്രഹത്തിന് തടസ്സമായി ഞാൻ നിൽക്കുമോ? ഇതെപ്പോഴും ആര് ചെക്ക് ചെയ്യും? ഭീഷ്മദേവൻ ശ്രദ്ധിക്കും. മനസ്സിലായ? അപ്പോ ഇവിടെ വേണമെങ്കിൽ കൃഷ്ണന് ആ രഹസ്യം പറയാം. കൃഷ്ണൻ പറയുന്നില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം ഭഗവാൻ ശ്രീകൃഷ്ണന് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പ്ലാൻ ഉണ്ട്. കൃഷ്ണന്റെ പ്ലാൻ നടക്കണം, എന്റെ പ്ലാൻ നടക്കണ്ട. ആരുടെ പ്ലാൻ നടന്നാൽ മതി? അപ്പൊ കൃഷ്ണന്റെ പ്ലാൻ നടക്കണമെങ്കിൽ കൃഷ്ണൻ പറഞ്ഞാലേ ചെയ്യും. ഈ വിഷയം എനിക്കും പറയാം, കൃഷ്ണനും പറയാം, രണ്ടുപേർക്കും അറിയാവുന്ന രഹസ്യമാണ്. കൃഷ്ണൻ പറയുന്നില്ലെങ്കിൽ ഞാനും പറയാൻ പാടില്ല. മനസ്സിലായ? കൃഷ്ണൻ പറയുന്നില്ല എങ്കിൽ ഞാനും പറയാം. അച്ഛൻ സംസാരിക്കുന്നിടത്ത് അച്ഛൻ സംസാരിക്കണം. അച്ഛൻ സംസാരിക്കുന്നില്ല എങ്കിൽ മകൻ ചാടിക്കേറി പറയരുത്. അച്ഛൻ പറയുന്നില്ലെങ്കിൽ അതിനെന്തോ കാരണമുണ്ട് അല്ലേ? എന്നതുപോലെ കൃഷ്ണൻ ഇവിടെ ഉണ്ട്, കൃഷ്ണനും അറിയാം, എന്നാൽ കൃഷ്ണൻ പറയുന്നില്ല. അപ്പൊ കൃഷ്ണൻ എന്തോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് നമ്മൾ തടസ്സം നിൽക്കരുത്. ആരുടെ ഉദ്ദേശം ഇവിടെ നടക്കാവൂ? കൃഷ്ണന്റെ ഉദ്ദേശം. ആരുടെ പ്ലാനെ നടക്കാവൂ? കൃഷ്ണന്റെ പ്ലാനെ നടക്കാവൂ. മനസ്സിലായ? അപ്പൊ കൃഷ്ണന്റെ പ്ലാൻ അനുസരിച്ച് സ്വന്തം ജീവിതത്തിന് ചിട്ടപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒറ്റ കാരണമാണ് ആരുടെ ലൈഫില് മഹാജനമായി മാറി ഭീഷ്മദേവന്റെ. അപ്പോ ഇവിടെ നോക്കുമ്പോൾ ഒരു സമയം കഴിഞ്ഞപ്പോ കൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിന് മുമ്പ് നേരെ കർണനെ വിളിച്ച് പറയാണ്, കർണ, നീ കുന്തിയുടെ പുത്രനാണ്, നീ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് റോങ് ആയിട്ടുള്ള സ്ഥലത്താണ്, കൗരവപക്ഷത്താണ്. യഥാർത്ഥത്തിൽ നീ നിൽക്കേണ്ടത് പാണ്ഡവപക്ഷത്താണ്. അതുകൊണ്ട് നീ പാണ്ഡവപക്ഷത്ത് പോ, അവിടെ നിന്ന് യുദ്ധം ചെയ്യുന്നു പറയുന്നുണ്ട്. മനസ്സിലായ? പക്ഷെ ആരനുസരിക്കുന്നില്ല? കർണൻ അനുസരിക്കുന്നു. മനസ്സിലായ? അതാണ് കർണനും ഭീഷ്മനും തമ്മിലുള്ള വ്യത്യാസം. കർണനോട് വാ തുറന്ന് കൃഷ്ണൻ ചെയ്യാൻ പറഞ്ഞിട്ടും കർണൻ ചെയ്തില്ല. എന്നാൽ കൃഷ്ണന്റെ മനസ്സിൽ എന്ത് എന്ന് കണ്ടറിഞ്ഞ് ഭീഷ്മൻ പ്രവർത്തിക്കുന്നു. മനസ്സിലായ വ്യത്യാസം? മനസ്സിലായ? ഇതാ.
അപ്പോ കർണനോട് അത് പറഞ്ഞു, കർണൻ അനുസരിച്ചു. അപ്പോ ഭീഷ്മൻ കർണനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, കൗരവപക്ഷം എന്ന് പറയുന്നത് അധർമ്മമാണ്, പാണ്ഡവപക്ഷമാണ് ധർമ്മമുള്ളത്. അതുകൊണ്ട് നീ കൗരവപക്ഷമായ അധർമ്മത്തിന്റെ കൂടെ നിൽക്കരുത്, നീ പാണ്ഡവപക്ഷത്തിൽ നിൽക്കണമെന്ന് കർണനോട് പറയുന്ന കാര്യം ഭീഷ്മൻ അറിയുന്നു. അപ്പോ ഭീഷ്മദേവൻ എന്ത് മനസ്സിലായി? ആരുടെ പക്ഷത്താണ് ധർമ്മം എന്ന് കൃഷ്ണൻ പറയുന്നു എന്ന് മനസ്സിലായി. പാണ്ഡവ പക്ഷത്താണ് ധർമ്മമുണ്ടെന്നും കൗരവപക്ഷം എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അധർമ്മമാണെന്നും ആർക്ക് മനസ്സിലായി? കൃഷ്ണനും കൂടെ പറഞ്ഞ് മനസ്സിലായി, അല്ലാതെ അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞ കർണന് കൊടുത്ത ഉപദേശം ആരനുസരിച്ചില്ല? ഭീഷ്മ അനുസരിച്ചില്ല. മനസ്സിലായ? കർണനോട് കൊടുക്കുന്ന ഉപദേശത്തില് പറയുകയാണ് പാണ്ഡവപക്ഷം ധർമ്മമുള്ളതും, കൃഷ്ണൻ പറയുകയാണ് കൗരവപക്ഷം അധർമ്മമാണെന്നും, നീ ധർമ്മത്തിന്റെ കൂടെയാണ് യുദ്ധം ചെയ്യാൻ, നീ ധർമ്മിഷ്ഠൻ എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ലേ ആര്? കർണൻ എന്ന് പറയാൻ ഞാൻ ധർമ്മിഷ്ഠൻ ദാനശീലൻ എന്നറിയാം. അങ്ങനെ നീ ദാനശീലന് ധർമ്മിഷ്ഠൻ ആവാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ നീ പാണ്ഡവ പക്ഷത്തിൽ നിന്നാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണന്റെ ഒപ്പീനിയൻ അനുസരിച്ചും ആരുടെ പക്ഷമാണ് നല്ലതെന്ന് ആർക്ക് മനസ്സിലായി? ഭീഷ്മന് മനസ്സിലായി. ഒരു മിനിറ്റ്, ഒരാളെ മ്യൂട്ട് ചെയ്തിട്ടില്ല, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ശ്രീകുമാർ സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അപ്പോ പാണ്ഡവ പക്ഷമാണ് ധർമ്മമുള്ളതെന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒപ്പീനിയൻ എന്ന് കർണനോട് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചത് ലൂടി ഭീഷ്മദേവൻ മനസ്സിലാക്കി. എന്നിട്ടും എന്തുകൊണ്ട് ഭീഷ്മൻ അതേ അധർമ്മികളായ കൗരവരുടെ ഭാഗത്ത് തന്നെ നിന്നു? ഇതാണ് അടുത്തത്. എന്താണ് കാരണം? അല്ലല്ല, എന്തെന്ന് വെച്ചാല് അതൊക്കെ ഓക്കെ, പക്ഷെ കൃഷ്ണൻ പറയുമ്പോൾ മാറ്റാമല്ലോ. ധർമ്മത്തു സാക്ഷാത് ഭഗവത് പ്രണയം. ധർമ്മം എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നതാണ് ധർമ്മം. ഇവിടെ ധർമ്മം എന്താണെന്ന് ആര് പറഞ്ഞു കഴിഞ്ഞു? കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ധർമ്മിഷ്ഠനായിട്ട് നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആർക്ക് ആഗ്രഹം? ഭീഷ്മദേവന് ആഗ്രഹമെങ്കിൽ കർണനോട് കൊടുത്ത ഉപദേശം സ്വീകരിച്ച് പാണ്ഡവ പക്ഷത്തേക്ക് ആർക്കും മാറാം, ഭീഷ്മദേവന് മാറാം. ഭീഷ്മ മാറി. എന്താണ് കാരണം എന്തെന്ന് വെച്ചാല് ഭീഷ്മന് വേണമെങ്കിലും മാറാം, കർണന് കൊടുത്ത ഉപദേശം ഇദ്ദേഹത്തിന് ബാധകമല്ലേ? കൃഷ്ണനല്ലേ പറഞ്ഞത് ആ ഉപദേശം? കൃഷ്ണൻ പറയുകയാണ് പാണ്ഡവപക്ഷമാണ് ശരി, കൗരവപക്ഷം തെറ്റ്. അപ്പൊ നീ ശരിയുടെ ഭാഗത്ത് നിൽക്കണമെങ്കിൽ നീ പാണ്ഡവപക്ഷത്ത് യുദ്ധം ചെയ്യണമെന്ന് കർണന് കൊടുത്ത ഉപദേശം ആര് മനസ്സിലാക്കുകയാണ്? ഭീഷ്മ കേൾക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ അനുസരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് കർണന് കൊടുത്ത ഉപദേശം എനിക്കും കൂടെ ഉപദേശമാണ്, സ്വീകരിച്ച് വേണമെങ്കിൽ മാറാം. പക്ഷെ ആര് മാറുന്നില്ല? എന്താണ് കാരണം? എന്താണ് കാരണം എന്ന് പറഞ്ഞാല് മനസ്സിലായ? രണ്ട് കുട്ടികളുണ്ട്. ഒരു കുട്ടിക്ക് മാത്രം ഒരു നിർദ്ദേശം അച്ഛൻ കൊടുക്കുകയാണ്, മറ്റേ കുട്ടിക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അപ്പൊ അതിനർത്ഥം എന്ത്? എന്നെ വെച്ച് അച്ഛന് വേറൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ അവൾക്ക് കൊടുത്ത സർവീസ് ഞാൻ അടുത്തുണ്ടല്ലോ, അപ്പൊ എന്റെ കൂടെ മുഖത്ത് നോക്കി പറയാമായിരുന്നു, എന്നെ അടുത്ത് പറയുന്നില്ല. അപ്പൊ എനിക്കുള്ള സർവീസ് വേറെയാണ്, ഈ സർവീസ് ആർക്ക് മാത്രമാണ്? മനസ്സിലായില്ല എന്ന് കൃഷ്ണന്റെ ഇംഗീതം മനസ്സിലാക്കി ആര് പ്രവർത്തിക്കുന്നുണ്ട്? കർണനെ പ്രത്യേകം മാറ്റി നിർത്തി പറയാമെങ്കിൽ എന്നെയും പറ്റി പ്രത്യേകമായി മാറ്റി നിർത്തി പറഞ്ഞൂടെ? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? അപ്പൊ എന്നെ വെച്ച് കൃഷ്ണന് വേറെന്തോ പ്ലാൻ ഉണ്ട് എന്ന് ആര് മനസ്സിലാക്കി? അതുകൊണ്ട് ആ സർവീസ്, ഇപ്പൊ തന്നിരിക്കുന്ന സർവീസ് ഇഷ്ടമില്ലാത്ത സർവീസ് ആണെങ്കിലും കൃഷ്ണനാണ് എനിക്ക് തന്നിരിക്കണമെന്ന് മനസ്സിലാക്കി അതങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി. മനസ്സിലായ? ചില സമയത്ത് നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ കുക്കിംഗ് നമുക്ക് ഇഷ്ടമില്ല, ചില സമയത്ത് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇഷ്ടമല്ല. മനസ്സിലല്ലേ? അങ്ങനെ പലതരം സർവീസ് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത സർവീസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് വിധിപ്രകാരം കിട്ടിയ ഒരു സർവീസിന് ഇഷ്ടമല്ലെങ്കിൽ കൂടി നമുക്കത് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മളത് ചെയ്യണം എന്ന് പറയുന്നത് പോലെ ഭീഷ്മദേവൻ അദ്ദേഹത്തിന് കിട്ടിയ സർവീസിന് കൃഷ്ണൻ എന്നെ ഇത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം മറ്റേയാൾക്ക് ഉപദേശം കൊടുത്തിട്ട് എനിക്ക് അതേ ഉപദേശം തന്നില്ല. അപ്പൊ അതിനർത്ഥം എന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചു. വാ കൊണ്ട് പറഞ്ഞാണ് അർജുനന് കൃഷ്ണൻ സർവീസ് കൊടുത്തത്. എന്താണ്? ഭഗവത്ഗീത. എന്നാൽ അർജുനന്റെ പേര് മഹാജനങ്ങൾ ഒരാളായി എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ വാ കൊണ്ട് നേരിട്ട് ഒരിക്കലും ഭീഷ്മദേവന് വലിയ ഉപദേശം ആര് കൊടുത്തിട്ടില്ല? കൃഷ്ണൻ നേരിട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ മഹാജനങ്ങളിൽ ഒരാളുടെ പേരായിട്ട് ഭീഷ്മന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭീഷ്മന്റെ സ്ഥാനം എത്ര വലുതാണെന്ന് ആലോചിക്കും. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഭീഷ്മദേവനെ കൗരവപക്ഷത്ത് നിർത്തി കൃഷ്ണൻ ഒരു മെസ്സേജ് ആണ് ഈ ലോകത്തിനോട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്ന് വെച്ചാല് ഭീഷ്മൻ എല്ലാ അർത്ഥത്തിലും ശക്തനാണ്. ഒരു മനുഷ്യൻ അന്നത്തെ കാലത്ത് വൃദ്ധനാണെങ്കിൽ കൂടിയും ഇതിനെ പരാജയപ്പെടുത്താൻ ശക്തനായ ഒരു വ്യക്തി ആ സ്ഥലത്ത് ഇല്ല. ഈവൻ ഭഗവാൻ നേരിട്ട് വന്നിട്ട് കൂടി
പരശുരാമൻ. ആരുടെ ഭാഗത്ത് യുദ്ധം ചെയ്തപ്പോൾ തോറ്റുപോയി? ഭീഷ്മനോട് തോറ്റുപോയി. അത്രയും ശക്തനാണ് ആര്? ഭീഷ്മൻ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഭീഷ്മനെ കൗരവപക്ഷത്ത് നിന്നാൽ, അങ്ങനെ ശക്തനായ ഭീഷ്മൻ അധർമ്മത്തിന്റെ കൂടെ നിന്നാൽ എത്ര വലിയ ശക്തനും പതനം ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ് കൃഷ്ണൻ ഭീഷ്മരിലൂടെ ലോകത്തിനോട് കാണിക്കാൻ ആഗ്രഹിച്ചത്. മനസ്സിലായ? ഇത്രയും ശക്തനായ ഭീഷ്മൻ പോലും ശക്തനൊക്കെ ആണ്, പക്ഷെ അധർമ്മത്തിന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് പതനം ഉറപ്പ് എന്നുള്ള മെസ്സേജാണ് ഭീഷ്മനിലൂടെ ലോകത്തിനെ നോക്കി കാണിച്ചു കൊടുക്കാൻ ആരാഗ്രഹിച്ചിരുന്നത്? ഭഗവാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അവിടെ ഭഗവാൻ സൈലന്റ് ആയത്. മറ്റു സ്ഥലത്ത് കൃഷ്ണ അത് ഏറ്റവും വലിയ ശക്തനാണ് ഭീഷ്മൻ എന്നൊക്കെ കാണിച്ചുകൊണ്ട് അത്രയും വലിയ ശക്തിശാലിയും അധർമ്മത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അത് പതനത്തിന് ഹേതുവായി മാറും. കാരണം അതുക്കും മുകളിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. അവിടെ എന്തേ വിജയിക്കത്തുള്ളൂ? ഭഗവാന്റെ കോടതിയിൽ ധർമ്മമേ വിജയിക്കത്തുള്ളൂ. അതിശക്തനായ എത്ര ആൾക്കാർ അധർമ്മത്തിന്റെ കൂടെ നിന്നാലും അത് ഭീഷ്മൻ പതിച്ചതുപോലെ ഒരു പതനമുണ്ടായി. അതുക്കും മേലെ ആരേ ജയിക്കത്തുള്ളൂ? ധർമ്മമേ ജയിക്കത്തുള്ളൂ എന്ന് കാണിക്കാനാണ് ഭീഷ്മൻ എന്നുള്ള വ്യക്തിയെ കൗരവഭാഷത്ത് നിർത്തി ലോകത്തിനോട് ഒരു മെസ്സേജ് ഭഗവാൻ കൊടുക്കാൻ ആഗ്രഹിക്കും. ക്ലിയർ ആയല്ലോ? അതാണ് ഭീഷ്മന്റെ റോൾ. എത്ര ശക്തനായാലും അധർമ്മത്തിന്റെ കൂടെ ഇരുന്നാൽ അയാൾക്ക് പതനം ഉണ്ടാകും എന്നുള്ള മെസ്സേജാണ് ഭീഷ്മൻ എന്നുള്ള അതിശക്തനെ മുൻനിർത്തി കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത്. ക്ലിയർ ആയല്ലോ? അതാ. ഓക്കെ. അടുത്തത്, അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മള് ചില സമയത്ത് അതിശക്തനൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മുടെ കൂട്ടുകെട്ട അധർമ്മികളുടെ കൂടെ ആണെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ശക്തി കൊണ്ട് വിജയം ഉണ്ടാവത്തില്ല എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ തരുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ ആരുടെ കൂടെ നിൽക്കാവൂ? ശക്തനാണോ അശക്തനാണോ എന്നുള്ള വിഷയമല്ല, നമ്മൾ ധർമ്മത്തിന്റെ കൂടെ നിൽക്കാം. ഞാൻ അധർമ്മത്തിന്റെ കൂടെ നിൽക്കും, കാരണം ഞാൻ എന്തും ചെയ്യും, ഞാൻ അത്രയും ശക്തനാണ്. നടക്കില്ല. ആ പരിപാടി ഇവിടെ നടക്കില്ല. ധർമ്മം മാത്രമേ ഇവിടെ, നീ എത്ര ശക്തനായിക്കോട്ടെ അശക്തനായിക്കോട്ടെ, ഇവിടെ ജയിക്കുന്നത് ആരായിരിക്കും? ധർമ്മമാണ് എന്നാണ് കൃഷ്ണൻ ഇവിടെ കാണിച്ചത്. അപ്പൊ നമ്മൾ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്? നമുക്ക് എന്തെങ്കിലും സൗന്ദര്യമോ ശക്തിയോ കൃഷ്ണന്റെ 6 വിഭൂതികളിൽ ഏതെങ്കിലും ഒന്ന് എക്സ്ട്രാ നമുക്ക് കിട്ടിയെന്നിരിക്കും. പക്ഷെ അതിൽ നമ്മൾ അഹങ്കരിച്ച് അധർമ്മത്തിന്റെ കൂടെ പോയാൽ ആരെ പോലെ പതിക്കും? ഭീഷ്മനെ പോലെ പതിക്കും. ഓക്കെ, അതാണ് അവിടുത്തെ മെസ്സേജ്. അടുത്തത്, ഇനി ദുര്യോധനന്, വിഷാദഹർത്തനായ ദുര്യോധനന് ശംഖിന്റെ പ്രതീകത്തിൽ ഭീഷ്മൻ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് ആ മുന്നറിയിപ്പ്? എന്താണത്? അതായത് ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകയാൽ യുദ്ധവിജയം പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല എന്നുള്ള മെസ്സേജാണ് ശംഖനാഥ ഉയർത്തിക്കൊണ്ട് ഭീഷ്മൻ പറയുന്നെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അതെങ്ങനെ മനസ്സിലാക്കുക? അതായത് ഒരു സീരിയസ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ ഒരു ഡിസ്റ്റർബൻസ് കാണിച്ചാണ് അദ്ദേഹം അതിന്റെ എന്താണ് അവിടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. മനസ്സിലായ? ഒരു സീരിയസ് ഡിസ്കഷൻ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? പക്ഷെ ആ പ്രതിഷേധം 2 രീതിയിൽ എടുക്കാം. ഒന്ന് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ്, ഒന്ന് അത് ശരിക്കും ഒരു പ്രതിഷേധം തന്നെയല്ല. അയാൾ വലിയ മറ്റേ ആള് ഇവിടെ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ഭാവം നമുക്കുണ്ട്. പുച്ഛ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കും. പകരം അവർക്ക് തിരിഞ്ഞ് നിന്ന് നാം സംസാരിക്കും. ശ്രദ്ധിച്ചാ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യുന്നത് കണ്ടാണ്. ഭാര്യയ്ക്ക് ഭർത്താവ് ചെയ്ത പ്രവൃത്തി ഇഷ്ടമില്ലെങ്കിൽ എല്ലാ തലകുത്തനെ ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ തലകുത്തനെ ചെയ്യും. എന്നിട്ട് അതെന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്ന വെച്ചപ്പോ നിങ്ങളല്ലേ പറഞ്ഞാൽ അത് ചെയ്യണമെന്ന്, അതുകൊണ്ടല്ലേ ഞാൻ ചെയ്തതെന്ന് പറയും. പക്ഷെ ഉള്ളിൽ എന്താണ്? ഒന്ന് മാന്തിയതാണ്. അത് മാന്തിയതാണെന്ന് ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റും, ഭാര്യയ്ക്ക് മനസ്സിലാവും. എന്ന് നീ എന്താ അങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ നിങ്ങളല്ലേ ചെയ്യാൻ പറഞ്ഞത്, എന്ത് ഡീസന്റ് ആയിട്ട് കൈ കഴിഞ്ഞു അല്ലെ? അതാ എന്നതുപോലെ ഇവിടെ ദുര്യോധനന് ഇഷ്ടമുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ ശങ്കെടുത്ത് ഊതിയെങ്കിലും ഫലത്തില് ദുര്യോധനന്റെ സംഭാഷണം ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ഭീഷ്മൻ ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ ഗുരുവിനെ അദ്ദേഹത്തെ ഉപദേശിക്കാൻ പോയിരിക്കും. ആരുടെ ഗുരുവിനെ? ദുര്യോധന്റെ ഗുരുവിനെ ഉപദേശിക്കാൻ പോയിരിക്കും. ഇയാളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ നമ്മുടെ ജോലി നോക്കാം, അയാളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യുന്ന അറിയാമോ? ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തള്ളിക്കള. മനസ്സിലായ? ഇപ്പൊ ഏത് സ്റ്റേജിലാണ് ഭീഷ്മൻ നിൽക്കുന്നത് ദുര്യോധനന്റെ കാര്യത്തില്? തള്ളിക്കള. പറഞ്ഞിട്ട് കാര്യമില്ല. ആ സംഭാഷണം കൊണ്ടൊന്നും ആർക്ക് ഗുണപ്പെടാൻ പോണില്ല? ദുര്യോധനന് ഗുണപ്പെടാൻ പോണില്ല.
ഗുരുവിന്റെ അടുത്താണ് ദുര്യോധനൻ നിൽക്കുന്നത്. പക്ഷെ ഗുരുവിന്റെ ഉപദേശം ഒന്നും ആരുടെ തലയിൽ കയറാൻ പോണില്ല, അത് ആർക്കറിയാം. അതുകൊണ്ട് തള്ളിക്കള, ആ ചർച്ചയിലൊന്നും കഥയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ജോലി നോക്കാം. എന്താണ് നമ്മുടെ ജോലി? യുദ്ധത്തിന് പടക്കളത്തിൽ വന്നു, ഇനി എന്ത് ചെയ്യണം? ഇനി യുദ്ധം ചെയ്യണം. അതങ്ങ് ചെയ്യാം, സമയം കളയാതെ അടുത്ത ലെവലിലേക്ക് പോകാം. ആ ഒരു മനോഭാവം ആർക്കുണ്ട്? അതാണ്. അപ്പൊ നോക്കണം ഏതൊക്കെ കോണ്ടസ്റ്റിലാണ് ഭീഷ്മൻ ഓരോന്ന് ചെയ്യണത്. ഭീഷ്മനിലൂടെ എന്തെല്ലാം നമ്മൾ പഠിക്കാനുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അതാണ്. അപ്പൊ അങ്ങനെ ശങ്കെടുത്ത് ഊതിയതോടുകൂടി ആ ശംഖനാദത്തിലൂടെ ഒരു മെസ്സേജും കൂടെ കൊടുക്കുന്നുണ്ട്. എന്താണ്? നീ ഓന്തോടിയ എത്രത്തോളം, ഓന്തോടിയ എത്രത്തോളം, നീ എത്ര ബുദ്ധിയുള്ള ആയിക്കോട്ടെ ദുര്യോധന, നീ എത്ര നല്ല പ്ലാൻ ചെയ്താലും ദുര്യോധന, എത്ര തന്നെ ആൾക്കാരെ കൂടെ ചേർന്ന് നിർത്തിയാലും ദുര്യോധന, ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. നിന്റെ ഒരു കളി ഇവിടെ നടക്കൂല എന്നുള്ള മെസ്സേജും കൂടിയാണ് ആ ശംഖെടുത്ത് ഊതിയതോടുകൂടി അവിടെ ആര് കാണിക്കുന്നത്? ഭീഷ്മൻ കാണിക്കുന്നത്. ഇവിടെ ദുര്യോധനൻ ഒരു കാര്യത്തിൽ വളരെ ഹാപ്പിയാണ്. കാരണം എന്ത്? നാരായണ സൈന്യം ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ദുര്യോധനന് ഗിഫ്റ്റ് കൊടുത്തിരിക്കുക. അറിയാലോ, യുദ്ധത്തിന് മുമ്പ് നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ, ആരുടെ ഫ്രണ്ടില്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഫ്രണ്ടില് സഹായം അഭ്യർത്ഥിച്ച് ആരൊക്കെ എത്തിയിട്ടുണ്ട്? ദുര്യോധനൻ എത്തിയിട്ടുണ്ട്, അർജുനൻ എത്തിയിട്ടുണ്ട്. ആദ്യം എത്തിയത് അർജുനനാണ്. അർജുനൻ ഏത് ഭാഗത്ത് കയറിയിരുന്നു? ദുര്യോധനന്റെ സ്ഥാനം, അർജുനന്റെ സ്ഥാനം എവിടെയാണ്? ഭഗവാന്റെ പാദത്തില്, കട്ടിലിൽ വന്നിരുന്നപ്പോ പാദത്തിന്റെ അടുത്താണ് വന്നിരുന്നത്. ദുര്യോധനൻ വന്നിരുന്ന എവിടെയാണ്? തലയ്ക്ക്. പാലായി മദനത്തില് സർപ്പമാണ് കടക്കോല്, അല്ലെ? കടക്കോലില് സർപ്പമാണ് എടുത്തത്. അപ്പോ ദേവന്മാരെന്ത് ചെയ്തു? അസുരന്മാരുടെ സൗകര്യത്തിന് വേണ്ടി വാലിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അജിതൻ എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഒരു വിസ്തരണം അടക്കം വാസുകിയുടെ തലഭാഗത്ത് പിടിച്ചു. ഉടൻ അസുരന്മാർ നോക്കിയപ്പോ ഇവന്മാര് എവിടെ പോയി നിൽക്കുന്നത്? തലഭാഗത്തിരിക്കുന്നു. ഞങ്ങളെ തല പിടിക്കും, മനസ്സിലായില്ലേ? അതുകൊണ്ട് വാല് പിടിച്ചാ അതൊരു കുറവ് പോലെ അവർ സ്വയമേ എടുത്തിട്ട് ഞങ്ങൾ തല പിടിക്കുന്നു പറഞ്ഞു. അവസാനം എന്ത് സംഭവിച്ചു? അതായത് വാസുകി കുറെ കഴിഞ്ഞപ്പോ വിഷം തുപ്പിയപ്പോ ആദ്യം ആരെ ബാധിച്ചു? അസുരന്മാരെ. ഇതാണ് വിനാശകാല വിപരീതം. ഈ മണ്ടന്മാര് വാലിന് ഭാഗത്തിരുന്ന കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടായിരുന്നു. തലയിൽ കയറി പിടിച്ചതുകൊണ്ട് അവർക്ക് ആദ്യമേ വിഷം അഫക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതേപോലെ എല്ലാം ഞങ്ങളെല്ലാം കേന്ദ്രത്തിൽ പിടിക്കും. ഞങ്ങള് ഈ ആപ്പോപ്പോ ഒന്നുമല്ല, നമ്മളെല്ലാം മേളിൽ കേന്ദ്രത്തിലേക്ക് പിടിക്കും. ശ്രദ്ധിക്കണ്ട, ചില ആൾക്കാര് അങ്ങനെയാണ്. ദുര്യോധന മനോഭാവം, അസുര മനോഭാവം. എന്താണ്? ഈ സാധാരണ ആൾക്കാരെ ഒന്നും മതിക്കൂല. ആരെയും മതിക്കത്തുള്ളൂ? ഒരു ആൾക്കാരെ മതിക്കത്തുള്ളൂ. ചില ആൾക്കാർ കല്യാണം വന്നാൽ തൊട്ടടുത്തുള്ള ആളുകളെ പോലും വിളിക്കില്ല. ഹലോ സജിനി സണ്ണി, ഒന്ന് ദയവായി മ്യൂട്ട് ചെയ്യാമോ? സജിനി സണ്ണി തിരുമാൾ, അദ്ദേഹവും ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. ചില ആൾക്കാർ കല്യാണം വിളിക്കുമ്പോൾ ആരെ വിളിക്കത്തുള്ളൂ? സമ്പന്നരെ മാത്രമേ വിളിക്കൂ, പാവപ്പെട്ടവരെ വിളിക്കൂല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതല്ല ഈ ദുര്യോധന മനോഭാവം. മനസ്സിലായ? അസുര മനോഭാവം. കേന്ദ്രത്തിലെ പിടിച്ചു, വലിയ ആൾക്കാർക്ക് മാത്രമേ സംസാരിക്കൂ. ചിരിക്കണമെങ്കിൽ കുറച്ച് വലിയ നിലയിലുള്ള ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാരില്ല. ഇതെല്ലാം ആരുടെ റെപ്രസെന്റേറ്റീവ് ആണ്? മനസ്സിലായ? അതായത് കാളകൂട വിഷം പാലായിൽ വന്നപ്പോ ആര് കോരി കുടിച്ചു? എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി മഹാദേവൻ കോരി കുടിച്ചു. കോരി കുടിച്ച കയ്യിൽ നിന്ന് കുറച്ച് താഴെ വീണു. അത് ആരൊക്കെ കയറി കുടിച്ചു? ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, 8ാമത്തെ കാൻഡിൽ പറയുന്നുണ്ട്, അതില് തേള് കുറച്ച് കുടിച്ചു, തറയിൽ വീണത്. പാമ്പുകൾ കുറെ കുടിച്ചു. കുറെ ചെടികൾ അതിനെ ഗ്രാസ്പ് ചെയ്ത് വലിച്ചെടുത്തു വിഷം. പിന്നെ കുറച്ച് മൃഗങ്ങളും അതിനെ കുറച്ച് കുടിച്ചു. ആ വിഷം ആരുടെ ശരീരത്തിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല? ഈ ജീവിവർഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോയിട്ടില്ല. മനസ്സിലായ? അപ്പൊ ആ വിഷം ആർക്കൊക്കെ ഉണ്ട്? ഈ ജീവികൾക്കൊക്കെ ഉണ്ട്. എന്നതുപോലെ അന്നത്തെ ദുര്യോധന മനോഭാവം ഇന്നും ആർക്കൊക്കെ ഉണ്ട്? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അന്നത്തെ ധൃതരാഷ്ട്ര മനോഭാവം ആർക്കൊക്കെ ഉണ്ട്? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മനസ്സിലായ? അങ്ങനെ ഉണ്ട് നമുക്ക്. അതാണ് സത്യം. അപ്പൊ ഇവിടെ ദുര്യോധനൻ എത്ര തന്നെ ബുദ്ധി ഉപയോഗിച്ചാലും കഴിവ് ഉപയോഗിച്ചാലും നാരായണ സേനയെ നേടിയാൽ നാരായണന് വേണ്ടാത്തിടത്തോളം കാലം അവിടെ എന്തുണ്ടാവില്ല? വിജയം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറയാൻ കാരണം കഥ പറഞ്ഞില്ല. അതായത് അപ്പൊ ഭഗവാൻ ഉറങ്ങുകയായിരുന്നു. അപ്പോ അർജുനൻ വന്നപ്പോ ഭഗവാൻ ഉറങ്ങുമ്പോ എന്ത് ചെയ്യും? ശരി, ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞു പാദത്തിലാണ്
അദ്ദേഹം ഒന്ന് സൈഡിൽ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോ ആര് വന്നു? ദുര്യോധന വന്നപ്പോ ഇത് ആൾറെഡി ആര് എത്തിക്കഴിഞ്ഞു? അർജുൻ എത്തിക്കഴിഞ്ഞു. നെഞ്ച് കത്താൻ തുടങ്ങി. അവിടെ അയ്യോ എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം കണ്ണു തുറന്ന് ആദ്യം ആരെ കാണട്ടെ, എന്നെ കാണട്ടെ എന്ന് പറഞ്ഞ് നേരെ തലയുടെ അടുത്ത് കയറി വന്നിരുന്നു കൊടുത്തു. ആ അപ്പൊ കൃഷ്ണനല്ലേ ആള്. കൃഷ്ണൻ എന്ത് ചെയ്ത് ഇങ്ങനെ നോക്കുന്നതിന് പകരം നേരെ നോക്കി അർജുന എന്ന് പറഞ്ഞു. ഇവിടെ ഇവിടെ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചാണ് അദ്ദേഹത്തിന് സ്വയം ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ ആണോ എങ്കിൽ ഞാൻ ഇദ്ദേഹത്തിനെയാണ് ആദ്യം കണ്ടത്. അപ്പൊ എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോ ഇതാണ് യുദ്ധം നടക്കാൻ പോയാണ്, ഞങ്ങളെ സഹായിക്കണം. രണ്ടുപേരും സഹായപ്പെടുത്തി വന്നതാണ്. അപ്പോ ആണോ എങ്കിൽ അർജുന നീ ആദ്യം നിനക്ക് എന്താണ് വേണ്ടത് എന്ന് പറയാന്ന് പറയും. ഇവിടെ ഇദ്ദേഹത്തിന് നെഞ്ച് കത്താൻ തുടങ്ങി. ആർക്ക്? ദുര്യോധനന് നെഞ്ച് കത്താൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു ഞാൻ ആദ്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും ആർക്ക് പ്രിയപ്പെട്ടവരാണ്? എനിക്ക് വേണ്ട സ്വന്തക്കാരൻ. അപ്പൊ ഞാൻ എന്തായാലും യുദ്ധത്തിന് ഇറങ്ങുന്നില്ല, അതാദ്യമേ ഞാൻ പറയട്ടെ. പക്ഷെ ഞാൻ നിങ്ങളെ രണ്ടുപേരും സഹായിക്കാം. ഒന്ന്, ഒരു ഭാഗത്ത് ഞാനാകുന്ന വ്യക്തി മാത്രം ഉണ്ടാകും, മറുഭാഗത്ത് എന്റെ സൈന്യവും സമ്പത്തും എല്ലാം. ഇതിൽ രണ്ടിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോ ആരാദ്യം? അർജുന നീ പറ. കൂടെ ഇല്ലല്ലോ ഞാനാണ് ആദ്യം വന്നതെന്ന് ആര് പറയും? ദുര്യോധനൻ വെപ്രാളപ്പെട്ട് പറഞ്ഞു. അപ്പൊ പറയും അതായിരിക്കാം, പക്ഷെ ഞാൻ ആദ്യം കണ്ടത് ആരെയാണ്? അതുകൊണ്ട് അർജുനൻ തന്നെ ആദ്യം പറയട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ആർക്ക് വേർക്കാൻ തുടങ്ങി? മനസ്സിലായോ? കാരണം വേർക്കാൻ തുടങ്ങി. കാരണം ഒരു മറ്റേ ടി വിയില് കോടീശ്വരൻ ഇതമർത്തട്ടെ, ഇതമർത്തണോ ഇതമർത്തണോ, ഇതമർത്തിയാൽ 1 കോടി, ഇതമർത്തിയാൽ ഉള്ള പൈസയും കൂടെ നഷ്ടപ്പെടും. അപ്പോ ആൾക്കാർ ഇരുന്ന് വേർക്കാൻ തുടങ്ങും അല്ലേ, വേണോ വേണ്ടേ. ആ സിറ്റുവേഷനിൽ ആരായി? ഇത് ആർക്ക് അവസരം ആദ്യം കൊടുത്താല്? അർജുനന് കൊടുത്ത അർജുനൻ എല്ലാ സമ്പത്തും സകലതും കൊണ്ടുപോകും. ആർക്ക് വേണം ഈ കൃഷ്ണനെ? അത് ആയുധം എടുക്കാത്ത അദ്ദേഹത്തിന് ആർക്ക് വേണം? അപ്പൊ ആര് വെപ്രാളപ്പെടാൻ തുടങ്ങി? അങ്ങനെ ദുര്യോധന മൊത്തം വേർക്കാൻ തുടങ്ങി. ഉടനെ ദുര്യോധനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അർജുനൻ പറയുകയാണ്, ഭഗവാനെ അങ്ങ് മാത്രം മതി, അങ്ങ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഇത് കേട്ടപ്പോ ഉടനെ മുഖത്ത് ചിരി. ദുര്യോധനന് അയ്യോ എന്ത് മണ്ടനാണ് ആര്? അർജുനൻ എന്ത് മണ്ടനാണ്, കയ്യിൽ വന്ന സൗഭാഗ്യം തട്ടിക്കളഞ്ഞ മണ്ട എന്ന് ഉള്ളിൽ ആര് വിളിച്ചു? ദുര്യോധനൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു മണ്ടൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൃഷ്ണൻ നോക്കിയപ്പോ എന്ന് പറഞ്ഞ ഡീസന്റ് ആയിട്ട് ചമച്ചിട്ട് അയ്യോ അങ്ങില്ലേ, എങ്കിൽ ഉള്ളത് മതിയോ? ഏതാ ഉള്ളത് മതി? സർവ സമ്പത്തും പടകളും സൈന്യവും ഇല്ല. ഇനി അതല്ലേ ഉള്ളൂ, വേറെ ഓപ്ഷൻ എനിക്കില്ലല്ലോ. എനിക്ക് അതും കള്ളൻ, അത് എനിക്കിത് വേണമെന്ന് പറയുന്നില്ല. പകരം അവിടെ ഡീസന്റ് ആയിട്ട് അവിടെ അദ്ദേഹം പറയണ എനിക്ക് കിട്ടിയത് മതി, മിച്ചം ഇതല്ലേ ഉള്ളൂ, മിച്ചം എത്രയേ ഉള്ളൂ, ഇത്രയല്ലേ ഉള്ളൂ ഈ സമ്പത്ത്, അത് മാത്രം, എനിക്ക് വേറെ നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അത് മേടിച്ചോണ്ട് പോയി. ഉണ്ട് ഉള്ളിൽ സന്തോഷിക്കുകയാണ്. എന്താ, ഞാൻ ജയിച്ചു കഴിഞ്ഞു. കാരണം എന്ത്? ഒരു ആയുധം എടുക്കാത്ത കൃഷ്ണനെ മാത്രം ആര് ചോദിച്ചിരിക്കുന്നത്? അത് അർജുനൻ ചോദിച്ചു. എനിക്ക് ഇതിപ്പോ എന്ത് വേണം? അത് തന്നെ അശോകന് പട, വലിയ അശോകന് പട അത്രയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ഉറപ്പിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്? വിജയം ഉറപ്പിച്ചാണ് അവിടെ നിന്ന് ദുര്യോധനൻ ഇറങ്ങിയത്. ഇവിടെ ഇന്നത്തെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇപ്പൊ പർപ്പട്ടില് ഭീഷ്മനെ എടുത്തുപോതിയ ശംഖ് കൊണ്ട് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, നീ ലോകത്തിലെ എത്ര സൗഭാഗ്യമാണ് നിനക്കിരുന്നോട്ടെ, ഓപ്പോസിറ്റ് ഇരിക്കുന്നത് കൃഷ്ണനാണെങ്കിൽ ഒരിക്കലും നീ തുല്യവും അല്ല മുകളിലും അല്ല, താഴെ തന്നെ. എവിടെ വിജയമുള്ളൂ? എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ വിജയം. എന്ന് ആർക്ക് മനസ്സിലായി? ഭീഷ്മൻ. എന്നാലും എന്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കാന്ന് പറഞ്ഞ് ഭീഷ്മൻ ഇവിടെ യുദ്ധം ചെയ്യുക. ഇതാണ് ഒരു ദുര്യോധന മനോഭാവം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് ബുദ്ധി ഉപയോഗിച്ച് ആളെ കൂടുതൽ കൂട്ടി, നമ്മുടെ ഭാഗത്ത് എന്തെല്ലാം ആയുധങ്ങളുണ്ടെന്നുള്ള കണക്കെടുത്ത്, നമ്മുടെ ഭാഗത്ത് കൂടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് കണക്കെടുത്ത്, മനസ്സിലായി, ഓപ്പോസിറ്റ് പാർട്ടിയുടെ കപ്പാസിറ്റി അളന്ന് അവരെക്കാൾ എന്തുകൊണ്ട് നമ്മളാണെന്ന് മഹത്വം വിളമ്പി സ്വയം അട്ടഹസിച്ച് ചിരിച്ച്, മനസ്സിലായോ, ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന വ്യക്തമായ ബുദ്ധിപൂർവ്വം പ്ലാനുകൾ നടത്തി എന്തൊക്കെ ഈ ലോകത്ത് മനുഷ്യൻ എന്നുള്ള രീതി ചെയ്യാൻ പറ്റുമോ അതെല്ലാം ദുര്യോധനെ പോലെ നിങ്ങൾ ചെയ്തോളൂ. ഈ ശ്ലോകത്തിലെ മെസ്സേജാണ്. എന്നാൽ വിജയം എന്നുള്ളത് ആർക്കേ കിട്ടത്തുള്ളൂ? സത്യത്തിനും ധർമ്മത്തിനും. കൃഷ്ണ ഭഗവാൻ എവിടെയുണ്ടോ അവിടെയുള്ള ധർമ്മത്തിന് മാത്രമേ വിജയമുള്ളൂ എന്നുള്ളത് ആണ് ഇന്നത്തെ ഈ ശ്ലോകത്തിലുള്ള അവസാനത്തെ മെസ്സേജായി ഈ പർപ്പട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ക്ലാസ്സിന്റെ ഇടയിൽ എന്ത് വയ്ക്കരുത്, ഫോൺ ശബ്ദം വെച്ച് വയ്ക്കരുത് പ്ലീസ്, കേട്ടോ. അപ്പോ
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നാരായണ സൈന്യം ദുര്യോധന ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്തിട്ട് മൊത്തം അംഗസംഖ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ 11 അശ്വനി പട കൗരവഭാഷത്ത് ഇരുന്നിട്ടും, മനസ്സിലായോ? പാണ്ഡവ പക്ഷത്ത് വെറും 7 അശ്വനി പട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നാരായണീയ സൈന്യം മുഴുവനും ദുര്യോധനനെ സപ്പോർട്ട് ചെയ്തിട്ടും ആയുധമെടുക്കാതെ കൃഷ്ണൻ മാത്രം പാണ്ഡവ പക്ഷത്ത് നിന്നിട്ടും, മനസ്സിലായ? ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനായ, അന്ന് ജീവിച്ചിരിക്കുന്നതിലെ അതീവ ശക്തനായ ഭീഷ്മർ ദുര്യോധന പക്ഷത്ത് ഇരുന്നിട്ടും ഇവർക്കെല്ലാം അസ്ത്രം എങ്ങനെ കയ്യിൽ കൊണ്ട് എടുക്കണമെന്ന് പഠിപ്പിച്ച ഗുരു തന്നെ കൗരവ പക്ഷത്ത് ദുര്യോധന പക്ഷത്ത് നിന്നിട്ടും, കേൾക്കുന്നുണ്ടോ? നല്ല ബുദ്ധി ഉപയോഗിച്ച് പാണ്ഡവ പക്ഷത്ത് നിന്നും മാതൃയുടെ അച്ഛൻ, ആരാണ് മാതൃയുടെ അച്ഛൻ? മാതൃയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ മാതൃ രാജ്യത്ത് നിന്ന് വന്ന അതേ പേര് ഞാൻ മറന്നു. അദ്ദേഹം ശരിക്കും നകുലന്റെയും ഒക്കെ അല്ലല്ല, മാതൃ രാജ്യത്ത് നിന്ന് വന്ന അദ്ദേഹം വഴിയിൽ വെച്ച് ബുദ്ധി ഉപയോഗിച്ച് ഇദ്ദേഹം നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തു. കൊടുത്തിട്ട് അങ്ങനെ പാണ്ഡവ വശത്ത് ജോയിൻ ചെയ്യാൻ വന്ന ആൾക്കാരെയും ബുദ്ധി ഉപയോഗിച്ചും ചതി ഉപയോഗിച്ചും തന്ത്രം ഉപയോഗിച്ചും കൗരവ പക്ഷത്ത് ചേർത്തിട്ടും, മനസ്സിലായോ? യുദ്ധം ആരാണ് ജയിച്ചത്? പാണ്ഡവരാണ് ജയിച്ചത്. എന്തുകൊണ്ട്? അതിലെ മെസ്സേജ് എന്തെന്ന് വെച്ചാല്, നാരായണീയ സൈന്യവും നാരായണൻ, നമുക്ക് ഏത് മതി? നാരായണീയ സൈന്യം മതി. നമ്മളെല്ലാം അങ്ങനെയാണ്, മനസ്സിലായില്ലേ? നമുക്ക് ആരെ വേണ്ട? നാരായണനെ വേണ്ട. വേണം എന്നാണ് ഇതിലൂടെ ഭഗവാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ തന്ന സൗഭാഗ്യങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ കയ്യിലുള്ള എന്തും നമ്മുടേതാണോ? ഈ ശരീരം നമ്മുടേതാണോ? നമ്മൾ താമസിക്കുന്ന വീട് നമ്മുടേതാണോ? നമുക്ക് വരുന്ന മാസമുള്ള ശമ്പളം നമ്മുടേതാണോ? നമ്മുടെ കഴിവ് കൊണ്ടാണോ നമുക്ക് ഇത്രയും ബുദ്ധി ഉള്ളത്? നമ്മൾ ഇന്നാരുടെ മകനായി മകളായി ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ച നമ്മുടെ കഴിവാണോ? ആണോ? ഒന്നും നമ്മുടെ കഴിവല്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മളൊന്ന് മരിച്ചിട്ട് ജനിച്ചാൽ മനുഷ്യനായിട്ട് പോലും ജനിക്കണമെന്ന് നിർബന്ധമില്ല. മൃഗവും കൃമിയും കീടവും പുഴുവുമായിട്ട് ജനിച്ചേക്കാം. ഒന്നും നമ്മുടെ കയ്യിലല്ല, മനസ്സിലായോ? എന്നിട്ടും നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം നമ്മുടേതെന്നാണ്. ഞാനെന്നും എന്റേതുമെന്നും നമ്മൾ ചിന്തിക്കുകയാണ്. ഞാനെന്ന് പറയുന്നത് എൻ്റെ ഈ ശരീരത്തിനെ കുറിച്ചാണ് ഞാനെന്ന് പറയുന്നത്. എന്റേതെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഈ സമ്പത്തിൽ ആണ് എന്റേതെന്നുള്ള അവകാശവാദം നമ്മൾ ഉന്നയിക്കുന്നത്. നമ്മുടെ മക്കളായിട്ട് പറഞ്ഞ വ്യക്തി നമ്മുടെ കഴിവാണോ? നമുക്കൊരു ഭാര്യ വരുന്നത് നമ്മുടെ കഴിവാണോ? നമുക്കൊരു അച്ഛൻ ഉള്ളത് നമ്മുടെ കഴിവാണോ? അച്ഛന് സ്വത്തുള്ളത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന നമ്മുടെ കഴിവാണോ? അല്ല, ഇതൊന്നും നമ്മുടെ കഴിവല്ല. യാദൃശ്യമായി എങ്ങനെയോ കിട്ടി, അതാണ് സത്യം, അല്ലേ? അപ്പൊ അങ്ങനെ ഈ പറയുന്ന സകല നമ്മൾ ഈ എൻജോയ് ചെയ്യുന്ന ഈ പ്രകൃതിയിൽ കാണുന്ന സകലതും യഥാർത്ഥത്തിൽ ആരുടെ സൈന്യവും സമ്പത്തുമാണ്? നാരായണന്റെ സമ്പത്തും സൈന്യവുമാണ്. അത് ആർക്ക് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്? ദുര്യോധന മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷെ ദുര്യോധന എന്ത് ചെയ്തു? തന്ന ആളിനെ മറന്നു. നമ്മളും അങ്ങനെ തന്നെ. നമുക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാൻ നാരായണ സൈന്യം ദുര്യോധന കൊടുത്തവരെ തന്നിരിക്കുകയാണ്. പക്ഷെ നമുക്ക് തന്ന ആളിനെ നമ്മൾ മറന്നുപോയി. മനസ്സിലായി? ദുര്യോധന മറന്ന പോലെ തന്നെയാണ് നമ്മൾ മറന്നത്. ദുര്യോധന അടുത്ത സെക്കൻഡ് മറന്നു. മേടിച്ച് ഇറങ്ങിയ ഉടൻ തന്നെ അത് മനോഭാവം മാറി. കിട്ടേണ്ടത് കിട്ടി, ഇനി എന്തിനാണ് അയാളെ വേണ്ട, തന്ന ആളിനെ വേണ്ട. ഇതേ മനോഭാവമാണ് നമുക്ക്. പക്ഷെ ദുര്യോധനനെ ഈ കോണ്ടസ്റ്റ് വെച്ച് നമുക്ക് അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യം വരുമ്പോ നമ്മളും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മറന്നുപോയിരിക്കും. മനസ്സിലായോ? പക്ഷേ അങ്ങനെ തന്ന ആളിനെ മറന്ന് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? തന്ന ആളിന് തിരിച്ചെടുക്കാനും കഴിവുണ്ട്, ആണോ? രാജാവിന് ഈ ലോകത്തിലെ നിയമം അതാണ് കേട്ടോ. രാജാവിന് നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട്. എന്നാൽ ആ നിയമം ആരെ ബാധിക്കത്തില്ല? ആ രാജാവിനെ ബാധിക്കത്തില്ല. അതറിയാമോ നിങ്ങൾക്ക്? ഇന്ത്യൻ നിയമം ഉണ്ടാക്കാൻ ഒപ്പിടേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റാണ്. പക്ഷെ ഇന്ത്യൻ നിയമത്തിൽ ഒന്നും ആരെ ശിക്ഷിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഗുണം ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഈ പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതേപോലെ ഒരു നിയമം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്ക് നിയമം പിൻവലിക്കാൻ അധികാരമുണ്ട്. മനസ്സിലായോ? ദയാവധം എന്നുള്ളൊരു പരിപാടി, ദയാവധമല്ല, ഒരു മാപ്പ് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്, അറിയാമോ? ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇപ്പോഴും ആ നിയമം കേട്ടോ. എങ്ങനെന്ന് വെച്ചാല് ഇന്ത്യൻ നിയമം ഒരാളെ ശിക്ഷിച്ചാല് കീഴ്ക്കോടതിയിൽ നിന്ന് അപ്പീൽ പോവാം. സെഷൻസ് കോടതി ശിക്ഷിച്ചു, ഹൈക്കോടതിയിൽ അപ്പീൽ പോയി, അപ്പീല് അവിടെയും ശിക്ഷ വിധിച്ചു. അവിടെ നമ്മൾ സുപ്രീം കോടതിയിൽ പോയി, അവിടെ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു.
പിന്നെ ദയാഹർജി എന്ന് പറഞ്ഞ് പ്രസിഡന്റിന്റെ ഫ്രണ്ടിൽ ദയാഹർജി അർപ്പിക്കാം. അദ്ദേഹം അത് പരിശോധിച്ചിട്ട് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇന്ത്യൻ നിയമം അനുസരിച്ച് വേറെ ഒരു കോടതിയിലും അതിന് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. അതോടെ ആ ഫയൽ ക്ലോസ് ആണ്. വധശിക്ഷ മാപ്പ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാം, ഇറങ്ങി പൊയ്ക്കോ എന്ന് പറയാം. അതിനുള്ള അധികാരം ആർക്കുണ്ട്? ഇന്ത്യൻ പ്രസിഡന്റിന് ഇപ്പോഴും ഉണ്ട്. ആ ഗുണം ഗവർണറിനും ഉണ്ട് കേട്ടോ, ഗവർണറിനും ഉണ്ട് കേട്ടോ. അത് അങ്ങനെ ഒരു മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ നിയമമുണ്ട്. എന്തിനാ അങ്ങനെ കൊടുത്തു ചോദ്യം ചെയ്യാൻ പറ്റില്ല, കാരണം അത് അധികാരമാണ്. മനസ്സിലായ? ഈ അധികാരം മനസ്സിലായ ആർക്കുണ്ട്? ഭഗവാനും ഉണ്ട്. ഭഗവാൻ നാരായണ സേന നമുക്ക് തന്നുള്ള സത്യമാണ്. ഈ തിരിച്ചെടുക്കാനുള്ള അധികാരം കൂടെ ആർക്കുണ്ട്? അത് നമ്മൾ മറന്നു പോകരുത്. പക്ഷെ ദുര്യോധനൻ വിചാരിക്കുന്നത് അറിയാമോ? അത് എന്നേക്കുമായി തന്നു എന്നാണ്. മനസ്സിലായോ? അങ്ങനെയാണോ? അല്ല. നമ്മുടെ പേരിൽ എന്ത് പതിച്ചു തന്നിട്ടുണ്ട്? ഈ സ്ഥലം പതിച്ചു തന്നിട്ടുണ്ട്. ഏത് സ്ഥലം? നിങ്ങൾ താമസിക്കുന്ന വീട് പതിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പിന്നെ എന്തിനാണ് അത് കരമടയ്ക്കുന്നത്? കരമടയ്ക്കുന്നത് എന്തിനാ? മനസ്സിലായോ? നിങ്ങളുടെ വീടെന്നാണ് നാട്ടുകാരോട് പറയുന്നത്. പക്ഷെ നിങ്ങൾ പിന്നെ എന്തിനാ നിങ്ങളുടെ വീട്ടിനെ ഗവൺമെന്റിന് പോയി കരമടയ്ക്കുന്നത്? മനസ്സിലായ? നാളെ നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിലൂടി റോഡിന് വീതി കിട്ടാൻ പോകും. എന്റെ വീട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്ത് പിടിച്ചോണ്ടിരുന്നാ പറ്റോ? ഉടനെ ഒരു ബുൾഡോസർ വന്ന് പൊളിച്ചുകൊണ്ട് പോകും. മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ തരുന്ന കോമ്പൻസേഷൻ മേടിക്കാനേ അധികാരമുള്ളൂ. അവരത് ചെയ്യരുത് എന്റെ വീടെന്ന് പറയാൻ അധികാരം ഉണ്ടോ? ഇല്ല. പബ്ലിക് പർപ്പസ് എന്നാണ് അതിന് ആക്ടില് വാക്ക് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് പർപ്പസ്. പബ്ലിക് പർപ്പസിന് വേണ്ടി ഇന്ത്യക്കകത്തുള്ള ഏത് സ്ഥലവും എപ്പോ വേണമെങ്കിലും ഏറ്റെടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അധികാരമുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ആ സ്ഥലം പതിച്ച് ടാക്സ് നമ്മുടെ പേരിൽ അടയ്ക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അത് ആരുടെ സ്ഥലമാണ്? ആരുടെ സ്ഥലമാണ്? ഗവൺമെന്റിന്റെ സ്ഥലമാണ്. ഇപ്പൊ താൽക്കാലികമായി നമ്മുടെ പേരിൽ ഉണ്ടെന്നേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും പബ്ലിക് പർപ്പസ്, പബ്ലിക്കിന്റെ നന്മയ്ക്ക് വേണ്ടി അത് ഏറ്റെടുക്കാൻ അധികാരം ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. ഇതുപോലെ ഭഗവാൻ ഇല്ലേ? ഭഗവാൻ നമുക്ക് എല്ലാ സൗഭാഗ്യം തന്നിട്ടുണ്ട്. തിരിച്ചെടുക്കാനുള്ള അധികാരം ഭഗവാൻ ഇല്ലേ? ഉണ്ട്. അത് മറന്ന് എനിക്ക് കിട്ടി, ഇത് ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്ന് അട്ടഹസിച്ചിരിക്കുന്നത് അസുര മനോഭാവമാണ്. ആരുടെ മനോഭാവമാണ്? ചൂണ്ടാസുരൻ ആരുടെ നിന്നാണ് ഇത് മേടിച്ചത്? ശിവന്റെ നിന്നാണ് എന്ത് മേടിച്ചത്? വരം മേടിച്ചത്. അത് പരീക്ഷിച്ചത് എങ്ങനെയെന്ന് അറിയാമോ? ഒന്ന് ശിവന്റെ തലയിൽ തന്നെ വച്ച് ഒന്ന് ചൂണ്ടി നോക്കിയാണ് ആ പരീക്ഷ. ഇതാണ് ആരുടെ മനോഭാവം? അസുര മനോഭാവം. മനസ്സിലായ? അങ്ങനെ ചെയ്യാൻ പാടില്ല. നന്ദിയുള്ള ആളായിരിക്കണ്ടേ മനുഷ്യൻ, ഇല്ലെങ്കിൽ അസുരനായി. അസുരന്മാർക്ക് നന്ദിയില്ല. മനസ്സിലായ? ഇവിടെ ദുര്യോധനന് നന്ദിയില്ല. എന്ത് മതി? അദ്ദേഹം തന്ന നാരായണീയ സേന മതി. ആരെ വേണ്ട? ഇതുപോലെ നമ്മൾ അങ്ങനെ ആവരുത്. ലാ ഓഫ് അട്രാക്ഷൻ എന്നുള്ള നിയമത്തില് ഉള്ളവർക്ക് വീണ്ടും കിട്ടും, ഇല്ലാത്തവർക്ക് ഉള്ളതും കൂടെ നഷ്ടപ്പെടും എന്ന് പറയുന്നു. എന്തുള്ളവർക്ക്? പറയൂ, എന്തുള്ളവർക്ക്? ലാ ഓഫ് അട്രാക്ഷൻ ഇന്നത്തെ മോഡേൺ സയൻസില് ഹോരം പ്രസംഗിക്കുന്ന, കവല പ്രസംഗം നടത്തുന്ന ഒരു ദിവസം 15,000 രൂപ നമ്മൾ കൊടുത്ത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്ന, അവിടെ പ്രസംഗിക്കുന്ന ഒരു പരിപാടിയുണ്ട്, ലാ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. അതിൽ നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു പോയിന്റ് ആണ് ദ ലാ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ലാ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ് ഈ ലാ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്? എന്താണ് ഈ ലാ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്? ലാ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് നന്ദി ഉള്ളവരായിരിക്കണം എന്നാണ് അതിൽ പറയുന്നത്. എങ്കിൽ എന്താണ് ഗുണം? ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഒന്ന് പറയൂ. ഉള്ളവർക്ക് വീണ്ടും കിട്ടും, ഇല്ലാത്തവർക്ക് ഉള്ളതും കൂടെ നഷ്ടപ്പെടും. എന്താണ്? എന്തുള്ളവർക്ക്? പറയൂ. നമ്മൾ എന്താ മനസ്സിലായി? നമ്മൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? ഉള്ളവർക്ക് വീണ്ടും കിട്ടും, ഇല്ലാത്തവർക്ക് ഉള്ളതും കൂടെ പോകും. എന്തുള്ളവർക്ക്? പറയൂ. ഇത്രയും കാലം നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത് പണമുള്ളവർക്ക് വീണ്ടും പണം കിട്ടും, പണമില്ലാത്തവർക്ക് ഉള്ളതും കൂടെ കൊണ്ടുപോകുന്ന. യഥാർത്ഥത്തിൽ പണമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. നന്ദിയുള്ളവർക്ക് വീണ്ടും 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 സൗഭാഗ്യങ്ങൾ വന്നു ചേരും. നന്ദിയില്ലാത്തവർക്ക് ഉള്ളതും കൂടെ പോകും. ഇവിടെ ദുര്യോധനന് നാരായണ സൈന്യം കിട്ടിയപ്പോൾ നന്ദിയില്ല, ഭഗവാനെ വേണ്ട. മനസ്സിലായോ? ദുര്യോധന മനോഭാവമുള്ള അസുരന്മാർക്കും ആര് വേണ്ട? നമുക്ക് സൗഭാഗ്യം തന്ന വ്യക്തിയെ വേണ്ട, സൗഭാഗ്യങ്ങൾ മതി. നാരായണനെ വേണ്ട, നാരായണന്റെ സൗഭാഗ്യങ്ങൾ മതി. നമ്മളൊരു കല്യാണത്തിന് പോകുന്നു, കല്യാണം വിളിക്കാൻ പോകുന്നു. കല്യാണ വീട്ടിൽ കല്യാണം വിളിക്കാൻ കയറി പോയപ്പോ അവിടെ ഗ്രഹനാഥന്റെ മുഖത്തെ നോക്കിയില്ല. ഭാര്യയെ എടുത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് വരണം, 2 നേരം ആഹാരം കഴിക്കണം, വരണം എന്ന് പറഞ്ഞിട്ട് ഗ്രഹനാഥനെ മുഖത്ത് പോലും നോക്കിയില്ല. ആ കല്യാണത്തിന് ആ ഗ്രഹനായകൻ വിടൂ? വിടൂല.
അയാൾ വന്നപ്പോ മുതൽ നിന്റെ മുഖത്ത് മാത്രമേ നോക്കിയുള്ളൂ, എന്റെ മുഖത്തെ നോക്കിയില്ല, നീ കല്യാണത്തിന് പോണ്ട, പറയൂലേ? പറയും. എന്നാൽ ഗ്രഹനായികയുടെ മുഖത്തെ നോക്കിയില്ല, ഗ്രഹനായകനെ മാത്രം നന്നായി ആത്മാർത്ഥമായി ക്ഷണിച്ചിട്ട് പോയി. ഗ്രഹനാഥൻ പോകുന്ന കൂടെ കല്യാണത്തിന് ഗ്രഹനായികയും കൂടെ പോവില്ലേ? പോവില്ലേ? പോകും. ഗ്രഹനായികയുടെ മുഖത്ത് നോക്കി എന്നുള്ളത് പരാതിയൊന്നുമില്ല. ആ ഗ്രഹനായകനെ വിളിച്ച ഗ്രഹനായികയും അസോസിയേറ്റ് ചെയ്യും. അല്ലേ? ശരിയല്ലേ? അതേപോലെ നാരായണന്റെ സേവ ചെയ്യുന്ന വ്യക്തിയാണ് മഹാലക്ഷ്മി. ആരാണ്? ഭാഗ്യദേവത. ഭാഗ്യം നമ്മുടെ കൂടെ നിലച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ആരെ സേവിക്കണം? നാരായണനെ സേവിക്കണം. കാരണം ഭാഗ്യദേവത ആരുടെ കൂടെ നിൽക്കൂ? നാരായണന്റെ സേവയിലേ നിൽക്കൂ. ഇല്ലെങ്കിൽ ഭാഗ്യത അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇവിടെ ഇത്രയും സൗഭാഗ്യം ആർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്? ദുര്യോധന നഷ്ടപ്പെടാൻ പോവുകയാണ്. കാരണം എന്ത്? ദുര്യോധന മനോഭാവം അനുസരിച്ച് ദുര്യോധന എന്ത് മതി? ഭാഗ്യദേവതയെ മതി. ഭാഗ്യദേവതയെ സേവിക്കുന്ന നാരായണനെ വേണ്ട. അപ്പൊ അവിടെ ഭാഗ്യദേവത നിൽക്കോ? ഇല്ല. യുദ്ധം കഴിയുമ്പോൾ എല്ലാ സൗഭാഗ്യവും ഇത്രയും കാലം എൻജോയ് ചെയ്ത ദുര്യോധനന് സർവവും നഷ്ടപ്പെടാൻ പോകും എന്നതാണ് ഈ ശങ്കെടുത്ത് ഊതിയതിലൂടെ ആര് കാണിച്ചു കൊടുക്കുന്നത്? ഭീഷ്മദേവൻ കാണിക്കുന്നത്. അവിടെ മടയാ, നിനക്കിതെല്ലാം നഷ്ടപ്പെടാൻ പോകും. കാരണം നിനക്ക് വേണ്ടാത്ത കൃഷ്ണനാണ് ഓപ്പോസിറ്റ് ടീമിലുള്ളത്. അവർക്ക് കൃഷ്ണനെ വേണം, നിനക്ക് വേണ്ട. കൃഷ്ണനെ വേണ്ടാത്തവർക്ക് കൃഷ്ണൻ തന്ന ഒരു സൗഭാഗ്യവും നിലച്ചു നിൽക്കണം. ഈ മെസ്സേജ് ഞാൻ കൊടുക്കും. ഓക്കെ? ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആ ഒന്നാലും വരും പ്ലീസ്. പ്രതീഷ് എവിടെയാ? പേരെന്താ? പ്രതീഷ്. വീട് എവിടെയാ? അടുത്ത. ഓക്കെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 10ാം ക്ലാസ്. വെരി ഗുഡ്. ഇരിക്കും. ഞാന് മാല ജപിക്കാനുള്ള മാല തന്നെ കേട്ടോ. ഇരിക്കും. സംസാരിക്കും. പ്രിയപ്പെട്ട നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാവുന്നതാണ്. ദയവായി ചോദിച്ചാൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്. വരുന്ന ഞായറാഴ്ച നമുക്ക് ക്ലാസ് ഇല്ല. കാരണം തിരുവനന്തപുരം ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, നമ്മുടെ തറവാടായ നമ്മുടെ ഹരേ കൃഷ്ണ ആശ്രമമായ തിരുവനന്തപുരത്തിലെ നമ്മുടെ സ്വന്തം ഇസ്കോൺ തിരുവനന്തപുരത്തിന് ബ്രഹ്മോത്സവം എന്നുള്ള ഒരു വലിയ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ അവിടെ വരുന്നുണ്ട്. അതൊരു ശരിക്കും ആ ക്ഷേത്രത്തിന്റെ ക്ഷേത്രം വച്ച് അതിന്റെ പ്രതിഷ്ഠാ മഹോത്സവമാണ് ബ്രഹ്മോത്സവമായി നമ്മൾ കൊണ്ടാടുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തിരുവനന്തപുരം ഇസ്കോണിലെ പള്ളിച്ചെല്ലാണ് നമ്മുടെ ആശ്രമം ഉള്ളത്. അവിടെ വന്നു ചേരണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. ഇതൊരു ഇൻവിറ്റേഷനായി സ്വീകരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഫെബ്രുവരി 2024 16, 17, 18 ദിവസങ്ങളാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ പ്രോഗ്രാമിൽ ഒരുപാട് വൈഷ്ണവർ അവിടെ വരുന്നത് കൊണ്ട് ആ സേവനത്തിൽ നമ്മൾ നിരതനാവും എന്നുള്ളതിനാൽ അടുത്ത ആഴ്ച ഇതുപോലത്തെ ഓൺലൈൻ ക്ലാസ് നടത്താൻ നമുക്ക് സമയമുണ്ടാവത്തില്ല. അതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ ഇസ്കോൺ തിരുവനന്തപുരത്തിന്റെ അണ്ടറിൽ നടത്തുന്ന എല്ലാ പ്രോഗ്രാമും അന്ന് നമ്മൾ പള്ളിച്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അന്ന് നിങ്ങൾ എല്ലാവരും ആ പ്രോഗ്രാം ഇല്ല എന്നല്ല അതിനർത്ഥം, ഉണ്ട്. അത് പള്ളിച്ചലില് നമ്മുടെ കൃഷ്ണ ബൽറാം ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാം അങ്ങോട്ട് ഞാൻ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. അതൊന്ന്. 2, നമ്മുടെ ഈ ക്ലാസിന്റെ എല്ലാം ലിങ്ക്, റെക്കോർഡഡ് കോപ്പീസ് നമ്മൾ അഭയചരണം TV എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എല്ലാ ക്ലാസ്സും നമ്മൾ റെക്കോർഡിംഗ് ഇടുന്നതാണ്. എന്റെ ക്ലാസ് മാത്രമല്ല, ഒരുപാട് വൈഷ്ണവരുടെ നല്ല നല്ല ക്ലാസ്സുകൾ നമ്മൾ അഭയചരണം TV അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫ്രീ ടൈമിന് ഈ ക്ലാസ്സുകളെല്ലാം മലയാളത്തിൽ കേൾക്കാൻ സൗകര്യത്തിന് നമ്മൾ ഇട്ടിട്ടുള്ളത് ഉപയോഗപ്പെടുത്തുക. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം 1-ാം ശ്ലോകം മുതൽ തുടങ്ങി ഇത് നമ്മൾ 12-ാമത്തെ ശ്ലോകം വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഈ ശ്ലോകത്തിന്റെ എല്ലാം ഇതുവരെയുള്ള റെക്കോർഡിങ്സ് എല്ലാം നമുക്ക് ഈ അഭയചരണം TV എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ കയറിയ ഓൺലൈനിലായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ ഒന്നും എനിക്ക് നേരിട്ട് ഒരു പക്ഷെ അറിയത്തില്ല. അപ്പൊ അങ്ങനെ വാട്സപ്പ് നമ്പറില് നിങ്ങൾ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തരികയാണെങ്കിൽ നമ്മൾ അയച്ചു തരാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്റെ ഫോൺ നമ്പർ ഉണ്ട് 888891916108 8891916108 എന്നുള്ള നമ്പറിൽ വാട്സപ്പ് ഇടുകയാണെങ്കിൽ ഈ ഭഗവത്ഗീത ഭാഗവതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് അപ്പോ ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ്. നമ്മുടെ മെയിൻ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങളുടെ വീട്ടിനടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് അറിയിക്കാനും ഒക്കെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ വളരെ സന്തോഷം. എല്ലാ ആഴ്ചയിലും വന്നു ചേരാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ.